നിങ്ങൾ തോൽക്കുന്നവൻ്റെ കഥകൾ ഒരുപാട് പറയുന്നുണ്ട്. പണിഷ് ചെയ്യപ്പെടണമെന്ന് ചിന്തിച്ച് ഒരുപാട് മീഡിയ ട്രയൽ നടത്തും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് വിമർശിക്കും. അതിനുശേഷം കടന്നു വരും എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കറിയില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണത് ഓൾമോസ്റ്റ് 10 മണിക്കൂറാണ് പോലീസ് ക്ലബ്ബിൽ. അഭിഭാഷകൻ്റെ ആഡംബര കാർ ഇടിച്ച് 2 ആൾക്ക് പരിക്കുക എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രധർമ്മത്തേക്കാൾ ഉപരി ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ടാർഗറ്റായിരുന്നു. ഡെമോക്രസിയുടെ ഒരു 4th പില്ലർ എന്ന് പറയുന്ന മീഡിയയാണ്. പക്ഷെ മാധ്യമധർമ്മം ഒക്കെ ആണോ ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളത്? മീഡിയ എല്ലാം ഓൺ ബൈ സംബഡി എൽസ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അൾട്ടിമേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പുറത്ത് അവരുടെ മുതലാളിയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. നിങ്ങളുടെ സെറ്റ് ബാക്സിൽ ചിലപ്പോൾ നമ്മൾ വലിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമാണ്, സത്യമാണെന്നോട് പറയാം. ഐ ലവ് മൈ ലൈഫ്. ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ ഞാൻ ഉത്തരവാദിയുള്ളൂ. എൻ്റെ പ്രവൃത്തികളെ നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ജനിച്ചു, നാട്ടുകാരെന്ത് വിചാരിക്കും, മരിച്ചു. അതിൻ്റെ അപ്പുറത്തൊന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് അവൻ ശരിക്കും ഒരു മനുഷ്യൻ. എക്സാക്ട്ലി. ഇന്ന നടൻ്റെ കേസിൽ കള്ള അഫിഡാവിറ്റ് ഫയൽ ചെയ്തു, ഇതാണ് വാർത്ത വരുന്നത്. ഞാൻ അങ്ങനെ ഒരു അഫിഡാവിറ്റ് ആരുടെയും ഫയൽ ചെയ്തിട്ടില്ല. സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലമില്ല. അദ്ദേഹം അതിന് ഉപയോഗിച്ചൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കുറച്ച് പട്ടികളുടെ ഇടയിൽ, അല്ലെങ്കിൽ പട്ടിക്കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ കുറേ നാൾ ജീവിതം ചിലവാക്കിയാൽ ഇവൻച്വലി യു സ്റ്റാർട്ട് ടു ബിഹേവ് ലൈക്ക് എ ഡോഗ്. കാര്യം മാമാങ്കം എന്നൊരു സിനിമയിൽ ആദ്യത്തെ 2 ഷെഡ്യൂൾ കഴിയുമ്പോൾ മോർ ദാൻ 13 crores തീർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് ഇതിൽ അഭിനയിക്കുന്നവരുൾപ്പെടെ വേണുചേട്ടനോട് ഡയറക്ടർ മാറ്റണമെന്ന് പറയും. സഞ്ജു സാംസനെ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും പുറത്താക്കിയതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. മീഡിയ വൺ എന്നൊരു ചാനലിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നുള്ളതാണ് ഇതിനാസ്പദമായ ഒരു ഇൻസിഡൻറ്റ്. ഹേമ കമ്മിറ്റിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്, എന്താണ് ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ഒരു ബെയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു മർഡർ കേസിൻ്റെ ഒരു അച്ഛൻ മകളെ വെട്ടിക്കൊന്നു. അപ്പോൾ ഏറ്റവും നീചമായ അച്ഛൻ എന്നാണ് അത് വായിക്കുന്നവന് തോന്നാവുന്നൊരു ഇഷ്യൂ. സിസ്റ്റത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ. കാരണം അലിഗേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ്. അതിൻ്റെ സത്യം കണ്ടെത്തണമെങ്കിൽ ആ പ്രോസസ്സിലൂടെ ഇയാളെ കടത്തി വിടണം. അത് എത്ര പെയിൻഫുള്ളാണ്. 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്വന്തമായി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് സ്പേസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സ്, അതിന് വേണ്ട പ്രാക്ടിക്കൽ നോളജ്, ഇതിനെല്ലാം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാവും. അതിനായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു ലോയർ ആകുക എന്ന് പറയുന്നത് അത് സമൂഹത്തോടുള്ള വളരെ വലിയ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ പല രീതിയിലുള്ള ഇമോഷണൽ ചലഞ്ചസ് ഒരുപാട് നേരിടേണ്ടി വരും. ലോ ആൻഡ് ജസ്റ്റിസ് അത് എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു നല്ല അഡ്വക്കേറ്റ് ആകാം, ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഈ ഒരു മേഖലയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇടുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ പറ്റി നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് അഡ്വക്കേറ്റ് സൈബി ജോസ് ആണ്. അഡ്വക്കേറ്റ് സൈബി ജോസ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ ഒട്ടനവധി കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്. ലെറ്റ്സ് വെൽക്കം അഡ്വക്കേറ്റ് സൈബി ജോസ് ടു അവർ പോഡ്കാസ്റ്റ്. വെൽക്കം. അഡ്വക്കേറ്റ് സൈബി എന്ന് പറയുമ്പോൾ മീഡിയയിലൊക്കെ ഇടയ്ക്ക് നിറസാന്നിധ്യം കാണിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ ഒത്തിരി എക്സ്പീരിയൻസ് പല കാര്യങ്ങളിലും. കേരളത്തിലെ വളരെ പ്രമാദമായിട്ടുള്ള വളരെ വലിയ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു അഡ്വക്കേറ്റ് കൂടെയാണ്. ലോ ഓഫ് കോർട്ട് ഓർ ജസ്റ്റിസ്, ഈ 2 കാര്യത്തിൽ നമുക്ക് ഏതിനെയായിരിക്കും ഒരു മുൻപന്തിയിൽ നിർത്താൻ പറ്റുക? രണ്ടിനെയും വേർതിരിച്ച് കാണരുതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരിലൊരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരം തേടുമ്പോൾ അതൊരു നേർത്ത രേഖയായിട്ട് എനിക്ക് തോന്നാം. കാരണം വെച്ചാൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും അതൊരു സ്ട്രിക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഒരുപാട് പേരിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഒടുവിലത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു അഭയകേന്ദ്രമാണ് കോടതി എന്നാണ് അവരെങ്കിലും വിശ്വസിക്കുന്നത്.
അതിന് ഷെയ്ക്കായിട്ടുണ്ടോ, ആ ഒരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് ഷെയ്ക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്ത് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെല്ലാം കാരണമായിട്ട് അവസാനമായിട്ട് നമുക്ക് നോക്കുമ്പോൾ പലപ്പോഴും കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോഴാണ് കോമൺ മാൻ്റെ മനസ്സിൽ ഇതൊരു കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണോ എന്നൊരു സംശയം വരുന്നത്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർക്ക് ഈ പോലീസിനേക്കാളും കോർട്ടിനായിരുന്നു വിശ്വാസം. ഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില തെറ്റുകളിലേക്ക് വന്നു പോകുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു നിയമവിധി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അർഹിക്കുന്നതോ യഥാർത്ഥത്തിൽ അർഹിക്കുന്നതോ ആയിരിക്കില്ല. ഓരോ വ്യക്തികളും അവരുടെ ജീവിത രീതികളും വ്യത്യസ്തമാവുന്നത് പോലെ തന്നെയാണ് കോടതിയിലെ ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വളരെയധികം ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോടതികൾ ഞങ്ങളുടെ ഹൈക്കോടതിയിലുണ്ട്. ഇപ്പം നമ്മുടെ ഹൈക്കോടതിയിൽ ഫാമിലി മാറ്റേഴ്സിൻ്റെ അപ്പീൽ, മാട്രിമോണിയൽ അപ്പീൽസ് എല്ലാം കേൾക്കുന്ന ഒരു കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ കോടതിയിൽ വളരെ ജനകീയനായ ഒരു ജഡ്ജാണ് അദ്ദേഹം. അഭിഭാഷകനായിരിക്കുമ്പോഴും ചിലപ്പോൾ എനിക്ക് ഇത്രയധികം ഒരു ജനകീയ മുഖമുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ആവാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കേസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി അങ്ങനത്തെ എല്ലാ ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അവിടെയാണ് ഞാൻ പറഞ്ഞ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ആ കക്ഷിയായി മാറാറുണ്ട് പലപ്പോഴും. അപ്പം നിശബ്ദമായിട്ട് ശബ്ദിക്കപ്പെടാൻ പറ്റാത്ത നിശബ്ദരായ ആളുകളായിരിക്കും ചിലപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അഭിഭാഷകൻ്റെ മറുവശത്തുള്ളത്. പക്ഷേ അതിൻ്റെ തെറ്റുകളെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മനസ്സാക്ഷിയിലിരുന്ന്, കാരണം ചില കാര്യങ്ങൾ അങ്ങനെ പറ്റുള്ളൂ. അവിടെയാണ് കോർട്ട് ഓഫ് ലോയ്ക്ക് അപ്പുറത്ത് ചില ജൂറിസ്ഡിക്ഷൻസ് എപ്പോഴും കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. പക്ഷേ കോടതിക്ക് നിയമങ്ങൾക്ക്, എഴുതപ്പെട്ട നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ആ ഒരു പെർമിഷനും ഇന്ത്യയുടെ ഭരണഘടനയിലില്ല. പക്ഷേ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ കോർട്ട് ഓഫ് ജസ്റ്റിസ് വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പല വിധിന്യായങ്ങളിലും കണ്ടേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ്. അദ്ദേഹം എഴുതുമ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ചില കുട്ടിയുടെ കസ്റ്റഡി വരുമ്പോൾ പാരമൗണ്ട് കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ ടു ദ വെൽഫെയർ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ കുട്ടിയുടെ മനസ്സ് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് അച്ഛനോടും അമ്മയോടും ക്ഷുഭിതനായിട്ട് ചോദിക്കുന്ന ഒരു കോടതിയാണത്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് കാണുമ്പോൾ തോന്നും അവിടെ അദ്ദേഹത്തിന് നീതി നടപ്പാക്കണമെന്നുള്ളൊരു മനസ്സാണ് അതിൽ കാണുന്നത്. അപ്പോൾ അതുപോലത്തെ കോടതികൾ നമ്മുടെ കേരള ഹൈക്കോടതിയിലുണ്ട്, ഒത്തിരി കോടതികളുണ്ട്. അപ്പോൾ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കാലക്രമേണ കോടതികളെല്ലാം നീങ്ങണം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അപ്പോൾ തന്നെ പരിമിതികളുണ്ട്. കാരണം നമുക്ക് ഇന്ത്യൻ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടനയുടെ ആ ഒരു കൺട്രോളിൽ ഇരുന്നിട്ട് ജുഡീഷ്യൽ സിസ്റ്റത്തിന് ചെയ്യാവുന്ന നിയമസംഹിതകളുടെ ഇൻ്റർപ്രിട്ടേഷനാണ് കോടതികളിൽ വരുന്നത്. പക്ഷെ അവിടെയും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ, എപ്പോഴും ഒരു വ്യക്തിപരമായ ഇൻ്റർപ്രിട്ടേഷൻ ജുഡീഷ്യൽ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറുകളിലേക്ക് നമ്മുടെ കേസുകൾ ഫീഡ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറുകൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ശരിതെറ്റുകൾ നോക്കി വെച്ചാൽ മതി. കാരണം ഇപ്പോൾ എല്ലാം യൂണിഫോം ഇതാണെങ്കിൽ പിന്നെ നമുക്ക് സിസ്റ്റത്തോട് ചില സമയങ്ങളിൽ കേസ് ആർഗ്യ ചെയ്ത് പുറത്തു വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാം. അവിടെ ഇരിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ ആ കോടതിയിലിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ ന്യായാധിപന്മാരും മനുഷ്യരാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അഭിഭാഷകനോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അതൊന്നും റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എഴുതപ്പെടാത്ത നിയമമെങ്കിലും അങ്ങനെയാണ് കംപ്ലീറ്റ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഈ ലോയ്ക്കപ്പുറം നിയമത്തിനപ്പുറം പോയേക്കണ കേസുകളല്ല, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിധിന്യായങ്ങൾ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കുടുംബ കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. ഇപ്പോൾ കുട്ടിയുടെ കസ്റ്റഡി വരുമ്പോഴും എഴുതപ്പെട്ടാണ് നിയമത്തിനേക്കാൾ അപ്പുറത്ത് കോടതികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ കോടതി കുട്ടിയുടെ വെൽഫെയറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു കോടതിയാണ്. അപ്പോൾ ഒരു കേസിൽ ഒരു കുട്ടിയുടെ കസ്റ്റഡി അച്ഛനാണ്, അമ്മ കസ്റ്റഡിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതിയിൽ കുട്ടിയെ സമൻ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അച്ഛനോട് ആവശ്യപ്പെടുന്നൊരു ഇൻ്ററിം ഡയറക്ഷൻ വരിക. അതുകൊണ്ട് കുട്ടി അവിടെ കോടതിയിലെത്തുകയും ചെയ്തു. ഒരു മൈനറായിട്ടുള്ള കുട്ടി.
അപ്പോൾ അമ്മയ്ക്ക് ഫാമിലി കോടതിയുടെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഓർഡറിന് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അമ്മയുടെ കൂടെ വിടാം വേണമെങ്കിൽ കോടതിക്ക്, അതാണ് നിയമം അല്ലെങ്കിൽ ആ ഓർഡറിൻ്റെ ഒരു രീതി. പക്ഷെ കുട്ടി ഭയങ്കര അവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നൊരു ഫീലുണ്ട്, കുട്ടി അച്ഛനോട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ആ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും. കൊച്ച് ഇങ്ങനെ ആ അച്ഛനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇത് കുട്ടിയെ എന്നെ വിട്ടു അമ്മയെ പോയത്. പക്ഷേ ഞാൻ പറഞ്ഞാൽ കുട്ടിയുടെ ഒരു മനസ്സുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് കോടതി ചോദ്യങ്ങൾ ചോദിച്ചു. കുട്ടി കുറച്ച് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടിയുടെ മറുപടി നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു സമയത്തിന് ശേഷം അത് ഡിവിഷൻ ബെഞ്ചാണ്, അവർ ജഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം അൾട്ടിമേറ്റ്ലി കുട്ടിയെ അച്ഛൻ്റെ കൂടെ തന്നെ വിടാം. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ഒരു ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയേക്കണേ. അപ്പം ചില കാര്യങ്ങളിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും വികാരങ്ങൾക്കപ്പുറത്ത് കുട്ടിയുടെ വെൽഫെയർ മാത്രമാണ് കോടതിക്ക് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചു ആ കോടതി. അപ്പോൾ അതൊരു വലിയൊരു ഐ ഓപ്പണറാണ്. അപ്പോൾ അതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് സംഭവിക്കാം. കാരണം വെച്ചാൽ ഒന്ന് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്ന ഇപ്പോൾ റെഡ് ജൂറിസ്ഡിക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന കോടതികൾ, അവിടെ കുറേ കൂടി പവർ ഓഫ് ദ കോർട്ട് ഈസ് ആക്റ്റീവ് കുറച്ചുകൂടി വൈഡറാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വരുമ്പോഴും ചില ഇതിൽ വിക്ടിംസ് കോമ്പൻസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോടതിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ട് പഴകിയൊരു പഴഞ്ചൊല്ലുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ള. പക്ഷേ പൊതുവെ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറില്ല. ചിലപ്പം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ സൈബി സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ട്രയലിൽ ശിക്ഷിക്കപ്പെട്ട ഒരുപാട് കക്ഷികൾ അല്ലെങ്കിൽ ഒരുപാട് കുറ്റവാളികൾ എന്ന് പറഞ്ഞ് സമൂഹം മുദ്ര കുത്തിയേക്കണവരെ അപ്പീലിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അത് തർക്കമില്ല. അപ്പം അതിനിപ്പോൾ ഒരു സിംഗിൾ ഇൻസിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഇപ്പോൾ ഇവർ അക്യൂറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ചാലക്കുടിയിൽ കണ്ടെന്ന് തോന്നുന്നു, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയുടെ വണ്ടിയിൽ മറ്റേ മയക്കുമരുന്ന് വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും, ഒന്ന് NDPS കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ സാധാരണ ബെയിൽ കിട്ടില്ല. അങ്ങനെ ഒത്തിരി ദിവസം കിടന്ന് അവസാനമാണ് അത് ഒരാൾ പ്ലോട്ട് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നത്, വേറൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തതിനിടെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ട്രയൽ കോർട്ടിൽ ശിക്ഷിക്കപ്പെട്ട് അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അപ്പീലിൽ അക്യൂറ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തി കടന്നുപോയ ആ ഒരു കാലഘട്ടത്തിലുണ്ടായേക്കണ അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. അതിനാണ് സിസ്റ്റം വരേണ്ടത്. കോമ്പൻസേഷനും ഡാമേജും ഒക്കെ അതിലാണ് വരേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം എഫക്റ്റീവാണെന്ന് നമുക്കൊരു പരിധിക്കുള്ളിൽ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ തോൽക്കുന്നവൻ്റെ കഥകൾ ഒരുപാട് പറയുന്നുണ്ട്. പണിഷ് ചെയ്യപ്പെടണമെന്ന് ചിന്തിച്ച് ഒരുപാട് മീഡിയ ട്രയൽ നടത്തും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് വിമർശിക്കും. അതിനുശേഷം കടന്നു വരും എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും നമുക്ക് ആർക്കറിയില്ല. അപ്പോൾ അത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് എന്നല്ല അതിനെപ്പറ്റി പറയാൻ പറ്റുക. ഇപ്പം ഞാൻ എ ക്ലാസിക് എക്സാമ്പിൾ ആക്ച്വലി. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ഒരു നല്ല സമയത്ത് നിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആവാനായിട്ട് മത്സരത്തിലേക്ക് ഏർപ്പെട്ടത്. അതുവരെ എന്നെക്കുറിച്ച് അങ്ങനെ ആരോപണങ്ങളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ കേട്ടില്ല. പക്ഷേ ഒരു ചെറിയ വിഭാഗം എന്നും എനിക്കെതിരെ നിന്നിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളവരെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണത്. അതിൽ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ജലസ് ആയിരിക്കും, അതിനപ്പുറത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് പറയാനായിട്ടുള്ള ഇൻസിഡൻറ്റും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇലക്ഷൻ നിന്നു. ആദ്യം എനിക്കെതിരെ ആളുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് മൈ 5th ഇലക്ഷൻ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം സെക്രട്ടറി, 2 പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറി ഹൈക്കോർട്ട് അസോസിയേഷൻ. പക്ഷെ അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഇലക്ഷൻ നിൽക്കുമ്പോൾ എനിക്കെതിരെ ആരോപണങ്ങൾ വന്നു. ഓരോ ദിവസം ഫേസ്ബുക്കിൽ ഓരോരോ ഇൻസിഡൻസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ ഈ ബെയിൽ മാഫിയ എന്ന് എന്തോ പറഞ്ഞിട്ടൊരു അഭിഭാഷകനൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിജിലൻസ് എൻക്വയറി നടത്തുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇതന്നെ കോടതികളിൽ നമുക്ക് ഒരുപാട് ജഡ്ജസിൻ്റെ പേരിൽ പൈസ വാങ്ങുന്നു എന്നൊക്കെയായിരുന്നു. വളരെ ഒരിക്കലും ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിലിരുന്ന് ഒരു അഭിഭാഷകന് പറഞ്ഞ് വരുത്താൻ പറ്റാത്തൊരു കഥയാണത്. പക്ഷേ അങ്ങനെ പറയാനായിട്ട് അഭിഭാഷകർ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ചിലപ്പോൾ വരാന്തകളിൽ പറയുന്ന ഒരുപാട് അഭിഭാഷകരുണ്ട്. അത് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അത് ഈ പറയുന്നവരും ചിന്തിക്കുന്നില്ല. അതിനുശേഷം അത് വിജിലൻസ് എൻക്വയറി നടത്തുന്നു. അതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരുപാട് എന്നെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഞാനും നിൽക്കുന്നത്. 1406 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടും പ്രസിഡൻ്റാവുന്നത്.
പക്ഷെ അവിടെ തീരുന്നില്ല. അവിടെ തീരാതെ നമ്മൾ അസോസിയേഷൻ്റെ ഒരു ചാർജ് എടുത്തതിന് ശേഷം മാധ്യമങ്ങൾ അത് ഭയങ്കര വാർത്തയാക്കുന്നു. മാധ്യമങ്ങൾ എനിക്ക് തോന്നിയേക്കുന്നത് പേഴ്സണലായിട്ട് ഞങ്ങളുടെ മാധ്യമങ്ങളുമായിട്ടുള്ളൊരു കേരളത്തിലെ മൊത്തം ഇഷ്യൂ നടക്കുമ്പോൾ അത് ഹൈക്കോടതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടുത്തെ ഒരു മീഡിയ റൂം ഞങ്ങൾ അടച്ചിടുകയും അതിനെ തുടർന്നുണ്ടായ വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. എന്തായിരുന്നു ആ സംഭവം? അതൊരു വാർത്തയുമായി ഒരു വാർത്ത റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു വിഷയമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരും പത്രപ്രവർത്തകരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടാർഗറ്റായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അതിനു മുമ്പ് ഒരിക്കൽ എൻ്റെ വാഹനം ആലുവയിൽ വെച്ച് വണ്ടി ഇടിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവരെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അവർക്ക് അതിനപ്പുറത്ത് ഒരു പരാതിയില്ല. കാരണം വർഷങ്ങളോളം അതിൽ ഇൻഷുർഡായിട്ടുള്ള പയ്യൻ എപ്പോഴും എനിക്ക് ഗുഡ് മോർണിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന അത്രയും നല്ലൊരു ബന്ധത്തിലാണ് ഞങ്ങൾ കടന്നു പോയേക്കണേ. പക്ഷേ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അഭിഭാഷകൻ്റെ ആഡംബര കാർ ഇടിച്ച് 2 ആൾക്ക് പരിക്കുക എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രധർമ്മത്തേക്കാൾ ഉപരി ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ടാർഗറ്റായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഓൾവേസ് ബിലീവ് ദറ്റ് ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവസാനം ഈ ഇൻജോർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്നെക്കുറിച്ച് ഒരു പരാതി ഇല്ല എന്ന് കണ്ടപ്പോഴാണ് അതിൽ നിന്ന് പിൻവലിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, മാധ്യമങ്ങളെല്ലാം പ്രശ്നക്കാരാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കളുമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനൊരു അജണ്ട അതിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഒരുപാട് എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് വെച്ചാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഓപ്പൺ. വൈകുന്നേരത്തെ ചർച്ചകളും വാർത്തകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ TV ഓപ്പൺ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 10 മാസം അതിനുശേഷം എനിക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്തു. കേരളത്തിലെ ഒരു ടീം തന്നെ അതിനെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒറ്റ ഇതിൽ അപ്പം ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മാനസികമായിട്ട് എനിക്ക് ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് 10 മാസം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ ഞാനും ഇത്രയും നല്ല ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഞാനൊരു കോമൺ മാൻ എന്നെ ഇങ്ങനെ സംഭവിച്ചാൽ ഇതൊക്കെ തന്നെയാണ് വരണമെന്ന് പഠിച്ച സമയമാണ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണത് ഓൾമോസ്റ്റ് 10 മണിക്കൂറാണ് പോലീസ് ക്ലബ്ബിൽ. എൻ്റെ വീട് സെർച്ച് ചെയ്യപ്പെട്ടു, ഓഫീസ് സെർച്ച് ചെയ്യപ്പെട്ടു. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫോണിലൂടെ വന്ന ഫോണെല്ലാം സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വന്ന എല്ലാ സംഭാഷണങ്ങളും ആളുകളുടെ പേരുകളും എല്ലാം എടുത്ത് അവരൊക്കെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. 10 മാസം എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കോപ്പി ഉള്ളതുകൊണ്ട് പറഞ്ഞു 198 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. 598 600 പേജോളം ഉള്ള ഒരു ഫൈനൽ റിപ്പോർട്ടായിരുന്നു. ഇന്ന് എനിക്ക് അത് ഒരു ഇമോഷണൽ കുറച്ച് അല്ലെങ്കിൽ ഇമോഷൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടിങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ അവസാനം ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതൊരു കള്ളക്കേസാണെന്നും അതിൽ എനിക്ക് തോന്നി, ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു പ്രൊഫഷണൽ ജലസിൽ നിന്നുണ്ടായൊരു കേസായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം നമുക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യത്തിലേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്, തർക്കമില്ല. കാരണം വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നൊരു സമൂഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഹൈക്കോടതിയിലൊരു ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ റൂം ഇങ്ങനെ വാടകയ്ക്ക് വേറൊരു അഭിഭാഷകൻ എടുത്തിരുന്നത്. ഒരു ദിവസം രാത്രി എനിക്ക് 9 മണിയാകുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് വരാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഔട്ടായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ റിലേ ചെയ്യുമ്പോൾ നമ്മളുടെ ശരികൾ നമ്മൾ ഇതുപോലെ ആയിരിക്കുമല്ലോ നിഷ്കളങ്കരായിട്ടുള്ള കക്ഷികളും ഇന്നസെൻ്റ് ആയിട്ടുള്ള കക്ഷികൾക്കും പ്ലോട്ട് ചെയ്യപ്പെടാമെന്ന് അതോടുകൂടി ഞാൻ വിശ്വസിച്ച ഒരു ഇൻസിഡൻ്റ്. അവരും എന്നിലൂടെ ഇതേ പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കൊരു കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ പേടിയാണ് അടുത്തത് എന്താണ് എന്നെനിക്ക്. അങ്ങനെ കുറേ പേര് നമ്മൾ പരിചയമുണ്ടെന്ന് തോന്നുന്ന പലരും നമ്മളോടുള്ള കോണ്ടാക്റ്റ് പോയി. കാരണം ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഇത് ചെയ്താൽ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയും, കേരള ഹൈക്കോടതിയിൽ ഒരുമാതിരി എല്ലാ ഗവൺമെൻറ് പ്ലീഡേഴ്സ് ഏത് ഭരണം വന്നാലും ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാവരും നന്നായി പെരുമാറുന്ന ആളാണ്. 5 ഇലക്ഷനും ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും, ഞാൻ എന്നും നട്ടെല്ല് നിവർന്ന് സംസാരിക്കുകയും നട്ടെല്ല് നിവർന്ന് കേസ് പറയുകയും ഇനിയും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴുള്ളൊരു വ്യത ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കണം. കാരണം വെച്ചാൽ എനിക്കൊരു മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും. അതേ ചില നിങ്ങളുടെ ജീവിതത്തോട് കണക്ട് ചെയ്യാവുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഐ തോട്ട് ഓഫ് ഫാക്ട്ലി പുട്ട് ആൻ എൻഡ് ടു മൈ ലൈഫ്. അങ്ങനെ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സീരിയസ്ലി. ഇപ്പോൾ എനിക്കിപ്പോൾ അത് തുറന്നു പറയാൻ ആരോടും മടിയില്ല. കാരണം അത് കടന്നു വന്നുകൊണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റണേ.
അപ്പോൾ ആ ഡേ ഞാൻ എന്നും ഓർക്കുന്നത്, എൻ്റെ മരണത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഞാനത് ഓർക്കുക. എന്ന് വെച്ചാൽ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ റൂം ഒരു അഭിഭാഷകൻ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാനും അദ്ദേഹം അത് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ ഈ പറയുന്ന ജഡ്ജ് ഈ അഭിഭാഷകനോട് പറയും, സൈബിയെ ഒന്ന് കണ്ടേക്കുക, അവൻ്റെ വിശേഷം ഒന്ന് അറിയണം എന്ന് പറയും. ആ ജഡ്ജിനെ പേഴ്സണലി അറിയില്ല? അറിയും, പക്ഷേ ഒരിക്കലും എനിക്കങ്ങനെ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ആ സിറ്റുവേഷനിൽ അതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ച പലരും ഉണ്ടായിരുന്നു. ഉണ്ട് എനിക്ക് ആരുടെയും, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന അതാ, ഞാൻ അതിലൊരു നിയമത്തിനപ്പുറത്തും ഒന്നും വേണ്ട. എനിക്ക് നീതി വേണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ എതിരിൽ നിന്നവർ ആകെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് മാറ്. പലപ്പോഴും ഈ പലരെ കൊണ്ടും സംസാരിപ്പിക്കുന്നത് ഇലക്ഷനിൽ നിന്ന് മാറും. ഞാൻ അവസാനം വരെ പിടിച്ചു. എൻ്റെ കൂടെ നിന്നവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സൈബി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ വെച്ച് മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ ഇലക്ഷനിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അവർ അഗ്രസീവായിട്ട് വന്നുകൊണ്ടിരുന്നു. അതിൽ നിന്ന് പലർക്കും വ്യക്തിപരമായിട്ട് എന്നോട് എതിർപ്പുണ്ടെന്നുള്ളത് ഞാൻ പിന്നെ മനസ്സിലാക്കണം. വെച്ചാൽ ആശയപരമായിട്ട് ഞാൻ അവരെ എതിർത്തിട്ടുണ്ട്, നാളെ ഞാൻ ചിലപ്പോൾ എതിർക്കും. എനിക്കതിൽ പക്ഷേ ഇന്നും ഞാൻ അവരുടെ പിന്നാലെ പോകാൻ ഒന്നിനും പോയിട്ടില്ല. ഞാൻ അത്ര എന്നെക്കുറിച്ച് ഞാൻ കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യണത്, ഞാൻ എൻ്റെ വശം പറയുന്നതാണ് സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ അഭിഭാഷകൻ രാത്രി വന്നു. അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തുള്ളൊരു വക്കീല, ശ്രീജിത്ത് എന്നുകൊണ്ട് ഒരു ബ്രദറെ പോലെയാണ് എനിക്ക്. ഇദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ ആദ്യം ഞാൻ വണ്ടി വിൽക്കാനുള്ളൊരു ശ്രമത്തിലാണ്. കാരണം CC അടയ്ക്കണം. എൻ്റെ പെട്ടെന്ന് ഞാൻ എന്താ വെച്ചാൽ ലൈഫ് മൊത്തം ഈ പ്രൊഫഷൻ ഒരു ഭ്രാന്തായിട്ടുള്ള ആളാണ്. എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ഞാനൊരു ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകണമെന്ന് അറിയുള്ളൂ. ഞാൻ എല്ലാ ദിവസവും 3:30 വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളാണ്. എൻ്റെ ജീവിതം 10-11 മണി വരെ ഞാൻ നോൺ സ്റ്റോപ്പ് ഓടുന്ന ആളാണ്. വെളുപ്പിന് ഇരുന്നാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ അന്നത്തെ കേസുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുസ്തകങ്ങളോ ഒക്കെ വായിച്ച് ആണ് ഞാൻ പോകാറ്. അത്രയും നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ അടുത്തറിയുന്നവർക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ പക്ഷേ ഇത് പെട്ടെന്ന് ഇത് വന്നപ്പോൾ അത് എൻ്റെ ഇൻകത്തെയും ഒക്കെ ബാധിച്ചു. അത്യാവശ്യം ജൂനിയേഴ്സ് ഒക്കെ ഉള്ള ഓഫീസാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരു ലൈബ്രറി തൊട്ട് എല്ലാം ഉള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള ഓഫീസാണ്. അപ്പോൾ ഞാൻ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചു. CC അങ്ങനത്തെ ചിലവുകൾ ചുരുക്കാൻ വേണ്ടി. അപ്പോൾ ഡ്രൈവറെ മാറ്റി, വീടിൻ്റെ ചുറ്റുപാടുകൾ, ആ കാര്യങ്ങളൊക്കെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ അഭിഭാഷകൻ ശ്രീജിത്ത് വന്നിട്ട് എന്നോട് പറയാണ്, അണ്ണാ നിങ്ങൾ വണ്ടി വെക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകില്ലടാ. അല്ലല്ല, എനിക്ക് ഇന്ന് ഞാൻ ഓഫീസ് റെൻറ്റിന് എടുക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞു മറ്റേ ഡെപ്പോസിറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇച്ചിരി പൈസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അണ്ണൻ അത് എടുത്തോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ വാസ് എബൌട്ട് ടു ക്രൈ. ഒരാൾ അങ്ങനെ പറയാൻ എന്നുള്ളൊരു സാധനം ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു ജഡ്ജ് പറയാൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്തോളണം, പിടിച്ചു നിന്നോളണം, നിങ്ങളുടെ ശരിയിൽ വിശ്വസിക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കരമായൊരു ഐ ഓപ്പണറാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞു, ഇതുപോലെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് നമ്മൾ ആരെങ്കിലും ഒരു ഇൻഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെൽട്ടറാണ് ഇതുപോലത്തെ വാക്കുകൾ. അതിനപ്പുറത്തൊന്നും വേണ്ട. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഇതെൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു കാര്യം കടന്നു വരുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ ചിന്തിച്ചു പോകും. കാരണം അപ്പോഴാണ് നമുക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം ഷെയ്ക്കാവണേ. നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ റിസീവിങ് അല്ലായിരിക്കും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യമുള്ളവർ, നിങ്ങളോട് അസൂയുള്ളവർ, നിങ്ങളോട് ശത്രുതയുള്ളവരൊക്കെ മറ മാറ്റി പുറത്തു വരാം. അതുവരെ അവർക്കൊരു ഭയം, ഇതിലത്രയേ ഉള്ളൂ, ഒരു ഭയമായിരിക്കാം പലപ്പോഴും അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവരെ പിടിച്ചു നിർത്തണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ വാർത്തകൾ ഇവർ മറ്റേ ഈ പറയുന്ന അഭിഭാഷകർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകൾ, ഇതൊക്കെയാണ് ഞാൻ കാണാറ്. എനിക്ക് പ്രത്യേക പേര് വരെ അവരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചില ഒരാൾ എഴുതുമ്പോൾ എപ്പോഴും എന്നെ പറ്റി ഇങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എന്നോട് ഈ ഇൻസിഡൻസ് എല്ലാം കഴിഞ്ഞിട്ട് പലരും പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് അവർക്കെതിരെ നമ്മൾ ഡാമേജിന് ഇത് കൊടുക്കുന്നത്. ഞാൻ പറയും, എന്ത് മാനസികമായിട്ട് കാലം തെളിയിക്കപ്പെട്ടാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരിപ്പോഴും ആ വഴിയിലൂടെ തന്നെ കടന്നു പോകണവരായിരിക്കും. പക്ഷെ ഞാൻ അവരുടെ പുറകെ പോകുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സും എൻ്റെ സമയവും എൻ്റെ ജീവിതവുമാണ് ഞാൻ അവരുടെ പുറകിലേക്ക് പോകണേ. ആ സമയം എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ കടന്നു വന്ന വഴികൾ എൻ്റെ പാഠങ്ങളാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഒരു ദിവസം വീണ്ടും ഇങ്ങനെ ഫ്ലാഷ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. ചേരനൊരു പോലീസ് സ്റ്റേഷനിലൊരു കേസ് എടുത്തു. അപ്പോൾ ഈ കേസ് എന്താ ചെയ്യുന്നത്, ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഒരാളെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് അത് വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണത്. കാരണം ഞാനൊരു ഫാമിലി കോർട്ടിലൊരു ലേഡിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കലൂർ ഫാമിലി കോടതിയിൽ ആർഗ്യുമെൻ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ എനിക്കെതിരെ ഇങ്ങനെ കോടതിയിൽ വെച്ച് ഇച്ചിരി മോശമായിട്ട് സംസാരിക്കുകയും
ഞാൻ അതിനുശേഷം അപ്പോൾ എൻ്റെ ജൂനിയർ കൂടിയുണ്ട്. അപ്പോൾ ജൂനിയറോട് അവരോടും ഭയങ്കരമായിട്ട് തട്ടിക്കയറിയപ്പോൾ അവരൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം എനിക്കൊരു സാറ്റലൈറ്റ് ഫോൺ കോൾ വരുന്നു. സാറ്റലൈറ്റ് ആണെന്ന് തോന്നുന്നു, കാരണം നമ്പർ തെളിയാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ചിലപ്പോൾ അങ്ങനെ ആവാം. ഞാനൊരു ടെക്കി അല്ലാത്തതുകൊണ്ട് എൻ്റെ മറ്റു വശങ്ങൾ അറിയില്ല. പക്ഷേ എന്നോട് പറഞ്ഞിങ്ങനെ ഈ കേസിൽ അപ്പിയർ ചെയ്താൽ നിങ്ങളെ ഞാൻ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട് ഭീഷണിയുണ്ട്. ഞാൻ അതിനത്ര ഗൗരവമായിട്ട് കണ്ടില്ല. പക്ഷേ വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ഇതിലേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ ഈ കക്ഷിയോടും പറഞ്ഞ് മനസ്സിലാക്കി വേറെ ഒന്നുകൊണ്ടല്ല, പേഴ്സണലി നിങ്ങളുടെ കക്ഷി കേസിനെയും ഇത് എഫക്റ്റ് ചെയ്യരുത്. അങ്ങനെ ഞാൻ വക്കാലത്ത് ആ കാര്യത്തിൽ റിലിംഗ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്രിമിനൽ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ക്രിമിനൽ കേസായിട്ട് മുന്നോട്ട് പോകാത്തതിന് പ്രധാന കാരണം എനിക്ക് അതിൻ്റെ പുറകെ പോയി നടക്കാനായിട്ട് സമയമില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് ക്ലോസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഇഷ്യൂ നടക്കുമ്പോൾ അതിൽ എതിരെ നിൽക്കുന്ന ഒരു അഭിഭാഷകൻ വേഗം ഞങ്ങളുടെ ഒരു ലോയേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ഈ വാർത്ത എന്നറിയ ഈ കേസ് നമ്മൾ കൊടുത്ത കേസ് ക്ലോസ് ചെയ്തതിനെക്കുറിച്ചുള്ളൊരു ഇതുണ്ടായിരുന്നു. അതെല്ലാം പേസ്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവാം ഇതൊരു പേഴ്സണൽ അജണ്ടയാണെന്ന്. പക്ഷേ എന്നാലും ഞാൻ അതിനെക്കുറിച്ച് അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ല. പക്ഷെ ഇദ്ദേഹം കേസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കക്ഷിക്കെതിരെ കേസ് തീർപ്പാക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും പൈസ വാങ്ങി 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ്. ശരിക്കും പറഞ്ഞ് അതാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളിലില്ല, ഞാൻ ഈ പറയുന്ന ആളെ കണ്ടിട്ടില്ല, മകനെ കണ്ടിട്ടില്ല. അച്ഛനാണ് കോടതിയിലാകെ വന്നേക്കണം. എനിക്ക് ഇനി കണ്ടാലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ. മകനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മരിച്ചുപോയ അമ്മയുടെ കുഴിമാടത്തെ സാക്ഷി നിർത്തി ഞാൻ മനസാക്ഷി കാണുന്നതാണല്ലോ. അങ്ങനെയുള്ളൊരു കേസിൽ നിമിഷങ്ങൾക്കുള്ള എഫ്ഐആർ ഇടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്ലോട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമാണെന്ന് പറയുന്നത്. അത് വലിയ ന്യൂസായിട്ട് വരിക. അപ്പോൾ അത് കോഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളുടെ അഭിഭാഷകരെ കൂടി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു സീനിയർ കൗൺസിലർ, എൻ്റെ വളരെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സീനിയർ കൗൺസിലർ, അദ്ദേഹം പിന്നെ കുറേ അഭിഭാഷകർ. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നും തോന്നിയിരുന്നത്. ഒരുപാട് നല്ല മനുഷ്യരുടെ ഇടയിലായിരുന്നു ഞാനപ്പോൾ. കുറേ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേര് ചിലപ്പോൾ നമ്മൾ കൂടെ നിന്ന് നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവാം ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ. പക്ഷേ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പേരുടെ ഇടയിലായിരിക്കും നിങ്ങൾ. അതാണ് എനിക്കിതിലൊരു പോസിറ്റീവ് സൈഡ്. അപ്പോൾ അവരെ കൂടി ക്രിമിനൽസി ഡ്രാഫ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ആദ്യം വന്ന കോടതി ചോദിച്ചത് അലിഗേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ്, ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ സംസാരിച്ചു. ഇത് കോടതിയുടെ വ്യൂ. ഒരു സാധാരണക്കാരനല്ലോ ഞാൻ ചിന്തിക്കണത്. എനിക്കറിയാം ഇതിൽ ഞാൻ കണ്ടിട്ട് പോയിട്ടില്ലാത്ത ആളാണ്. അപ്പം നമുക്ക് സിസ്റ്റത്തിന് നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവാണത്. അപ്പം നമുക്ക് എങ്ങനെയാ ആ സിസ്റ്റത്തെ ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആണെന്ന് തോന്നാം. സോ ബേസിക്കലി ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബേസിക്കലി മീഡിയ ആണ്, ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എവിടെയാണെങ്കിലും ഇതിനെപ്പറ്റി 1000 ദിവസങ്ങൾ അതിങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യും. പക്ഷെ കോടതി നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന സാധനം അതൊരു കുഞ്ഞ് സിംഗിൾ കോളായിട്ടായിരിക്കും. ഇതിനകത്ത് വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് സൈബി എന്ന് പറയുന്ന ഒരു വ്യക്തി അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിനാണ് പ്ലോട്ട് ചെയ്തത്. അല്ല, അതിലൊരു കാര്യമുണ്ട്. എൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് അഭിഭാഷകരെങ്കിലും ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, വളരെ ചുരുക്കം. എൻ്റെ ശരികളിൽ വിശ്വസിച്ചു ഇരുന്നു എന്നുള്ളതിന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി ഇത്രയും എന്നെ ടാർഗറ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ സിസ്റ്റത്തിൽ നമുക്ക് തോന്നും ഇതൊരു ജസ്റ്റിസ് ഓറിയൻറ്റഡ് അല്ലാന്ന് തോന്നും. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ കംപ്ലയിൻറ്റിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷന് പോകണമെന്ന് പറയണേ. ഇതിനുശേഷം വളരെ വിഷമകരമായ സംഭവം ഉണ്ടായത്, ഈ രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനിലെ ഒരു ഓഫീസർ വേറൊരു പോലീസ് ഓഫീസറോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായ എൻ്റെ സുഹൃത്തുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സ്പീക്കർ ഫോണിൽ ഇട്ടിരുന്നത്. അപ്പോൾ അവർ കൂട്ടുകാരായതുകൊണ്ടായിരിക്കും സ്പീക്കർ ഫോണിൽ ഇട്ടാണ് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്നുമില്ല അതിൽ, പക്ഷേ ഞങ്ങൾ ചാർജ് കൊടുക്കാൻ പോകണം, അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ നിർദ്ദേശം. ഇതാണ് പറയുന്നത്. അത് എവിടെ നിന്ന് എന്ത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഒരു കാര്യം അതാ, ഇത് ഒരു ഐ ഓപ്പണറാണ് നമുക്ക് സിസ്റ്റത്തിൽ. അതേ കേസ് തന്നെ മറ്റൊരു കോടതിയിൽ വന്നപ്പോൾ അതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ അപ്പോൾ വീണ്ടും നമ്മൾ വിശ്വസിക്കുക സിസ്റ്റത്തെ. ജസ്റ്റിസ് ഓറിയൻറ്റഡ് അല്ലാന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ തന്നെ ജീവിതത്തിലൂടെ രണ്ടും ഞാൻ പറയുന്നത്. ആ കോടതി ഈ പറയുന്ന ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ് നോട്ടീസ് അയച്ച് അദ്ദേഹം വന്നു. അദ്ദേഹം കൂടുതൽ പറയണത് എന്താ, ഈ ആരോ പറഞ്ഞു പഠിപ്പിച്ച എൻ്റെ ഈ പറയുന്ന അഭിഭാഷകരായിരിക്കാം, അതിലൊക്കെ ഒരു അന്വേഷണം നടത്തിയാൽ ആ ദിവസങ്ങളിൽ ഇയാളുമായിട്ട് സംസാരിച്ച ഒരു 3-4 അഭിഭാഷകരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ അതൊന്നും ഞാനിപ്പോഴും അന്വേഷിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അവരെയും ചിലപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കിയതായിരിക്കാം, അവരെ ഈ പറയുന്ന കക്ഷിയെയും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ കോടതി സമ്മൻ ചെയ്തു, സബ്മിഷൻസ് പറയാൻ പറഞ്ഞു, എല്ലാം പറയുമ്പോഴും അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു ഞാനാണൊരു
കോടതിയെങ്കിൽ എനിക്ക് തോന്നുന്നൊരു സാധനമുണ്ട്, പ്രത്യേകിച്ച് ക്രിമിനൽ ലോയിൽ. നിങ്ങളൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തു എന്ന് പറയുന്നു, കൊടുത്ത ആൾ ഒരു കാര്യസാധ്യത്തിനാണ് കൊടുത്തതെന്ന് പറയുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി കൊടുത്ത കാര്യം ശരിയല്ല അങ്ങനെയാണെങ്കിൽ. പക്ഷെ നിങ്ങൾ കൊടുത്തെന്ന് പറയുന്ന ആൾ 10 വർഷത്തിന് മുമ്പാണ് കൊടുത്തു എന്ന് പറഞ്ഞു, 12 വർഷം മുമ്പ്. 12 വർഷം മുമ്പ് കൊടുത്തു എന്ന് പറയുന്ന ആൾ വന്നു എന്ന് പറയുന്ന ദിവസം പോലും ഒരു സൺഡേ ഡേറ്റ് പോലും ആക്കി വെച്ചേക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അതിനുശേഷം ഞാനാണ് വാങ്ങിയിരുന്നെങ്കിൽ, സിമ്പിൾ ലോജിക്കാണ്, ആ കക്ഷി അതിനുശേഷമോ അതിനു മുമ്പോ അപ്പോഴോ എനിക്ക് ഒരു ഫോണോ ഒരു മെസ്സേജോ സാർ എന്തായി എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ? സിമ്പിളാണത്. നമുക്ക് കൂടുതലൊന്നും തേടിപ്പോണ്ട. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ എനിക്കെതിരെ കേസ് കൊടുക്കുക, അത് ക്രൈമായി ചാർജിലേക്ക് പോകുമ്പോൾ, ആ സമയത്ത് കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ട് വളരെ മനോഹരമായ ഡീറ്റെയിൽ ആയിട്ട് ജഡ്ജ്മെൻ്റ് ഇട്ട് ഈ എൻ്റെ ക്രൈം കോഷിയാണ്. അപ്പം ഞാൻ വീണ്ടും സിസ്റ്റത്തിൽ വിശ്വസിക്കണോ? അവിടെയാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും പ്രതീക്ഷ അറ്റുപോകേണ്ടതല്ല നീതിന്യായ വ്യവസ്ഥ. ചിലപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ കോടതിക്കും അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കറിയില്ല, കാരണം നമ്മൾ അങ്ങനെ ഉണ്ടാവരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കാരണമില്ലാണ്ട് ചിലർ ഇഷ്ടപ്പെടാതിരിക്കാം, അത് കോടതിയിലായാലും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. കാരണം കോടതിയിലിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വന്നു പെട്ടാൽ നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതാണ് കാലം കടന്നു പോകുമ്പോൾ അതിന് മറുപടികൾ വരും. പക്ഷേ രണ്ടാമത്തെ കോടതിയിൽ അത് കോഷിയപ്പെട്ടപ്പോൾ എനിക്കങ്ങനെ സിസ്റ്റത്തിൽ തോന്നുക. അപ്പോൾ എൻ്റെ വിശ്വാസം, അതുകൊണ്ട് ഞാൻ പറയുന്നത്, കോടതികളെ നിങ്ങൾ ഒരിക്കലും അടച്ചാക്ഷേപിക്കരുത്. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിപരമായിട്ട് കോടതികളാണെന്ന്. അത് എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ റിട്ടയറായ പഴയ ചീഫ് ജസ്റ്റിസ് പോലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങനെയല്ലെന്ന്. അത് ആപ്ലിക്കബിൾ ആണ് എല്ലാത്തിലും. ആരാണ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, വരാന്തകൾ കേൾക്കുന്ന വാർത്തകൾ, ആ വാർത്തകളെ വെച്ച് നിങ്ങൾ അന്വേഷണങ്ങൾ തുടങ്ങിയാൽ ഈ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാർത്തകളാണ്, അസത്യമായ വാർത്തകളാണ് അതൊക്കെ. പലപ്പോഴും നിങ്ങൾക്കൊരു വിധിന്യായം ശരിയല്ല എന്ന് തോന്നിയാൽ വിധിന്യായത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാവൂ, പക്ഷെ ആ പറയുന്ന വ്യക്തിയല്ല. കാരണം അവിടെ ഒരു കോടതിയാണ്. ചിലപ്പോൾ അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ കാലം ഇനിയും ഒരുപാട് ഉരുളും. ആ ഒരു ഉത്തരം കാലം തരുമായിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോഷ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്കെതിരെ ക്രൈം എടുത്തു എന്ന് പറയുന്ന അതേ ഇമ്പോർട്ടൻസിലേക്ക് അത് വന്നില്ല. അവിടെ ആ പറയുന്ന ആളെ എക്സോണറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഡാമേജിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതും സമൂഹത്തിൻ്റെ കടമയാണ്. അവിടെ സൈലൻ്റായി പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും TRP റേറ്റിംഗ് മാത്രമാണോ മീഡിയ നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആണോ? അതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അവർ പറയട്ടെ, എന്നെപ്പറ്റി പറയട്ടെ, അല്ലെങ്കിൽ വേറെ ആളെ പറ്റി പറയട്ടെ, X or Y or Z. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്വങ്ങൾക്കപ്പുറത്ത്, എനിക്കിപ്പോൾ രാഷ്ട്രീയപരമായിട്ടല്ല പറഞ്ഞ, ഒരു വളരെ ജനകീയനായ പഴയ മുഖ്യമന്ത്രി കടന്നുപോയി. വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് ആർക്കും തടയാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹവും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളിലൂടെ കടത്തിവിട്ടവരുണ്ട് അദ്ദേഹത്തെ അനാവശ്യമായിട്ട്. പക്ഷേ അത് കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ ആരും നല്ലത് പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാണ്ടായ കാരണം? എനിക്കറിയില്ല. വ്യക്തിപരമായിട്ട് ചിലവർ നമുക്ക് ഉള്ളിലേക്ക് ഭയങ്കര ഇഷ്ടം വരുമെന്ന് പറയില്ലേ, അതുപോലെയാണ്. ആ ഒരു വ്യക്തിപരമായൊരു ഇഷ്ടമുണ്ട്. കാരണം ഒന്ന്, കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കാതെ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലെ ആ ഒരു സൈലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശബ്ദരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, അവരോട് നമുക്ക് ഇഷ്ടം തോന്നും. ഇത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു 5ാമത്തെ ഇലക്ഷൻ ഞാൻ കോടതിയിൽ നിന്നെന്ന് എനിക്ക് തോന്നിയേക്കണം അത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ കാണുന്ന 5-10 പേരല്ല സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മളിപ്പോൾ മാധ്യമങ്ങൾ വായിക്കുന്നതോ അങ്ങനെ കാണുന്നവർ മാത്രമല്ല സമൂഹം. കാരണം അങ്ങനെ സമൂഹമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഇതിനപ്പുറത്ത് നിശബ്ദരായിട്ടുള്ളൊരു ഭൂരിപക്ഷമുണ്ട്. അവരാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇതിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതിൽ ഈ പറയുന്ന ഒരു മേജർ പങ്ക് വഹിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ മീഡിയ.
ആണോ? ഒരു വ്യക്തിയെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് മീഡിയയാണ് തീരുമാനിക്കുക. അതായത് ഡെമോക്രസിയുടെ ഒരു ഫോർത്ത് പില്ലർ എന്ന് പറയുന്നത് മീഡിയയാണ്. പക്ഷെ മാധ്യമധർമ്മം ഒക്കെ ആണോ ഇപ്പം ചെയ്യുന്നത് എന്നുള്ളത് പലതും പല രീതിയിൽ ഒരു ന്യൂസ് വാല്യൂവിന് വേണ്ടിയാണ് പല വാർത്തകളും പോവുക. അപ്പം നേരത്തെ സൈബി സാർ പറഞ്ഞ പോലെ നമ്മളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ച് മാനസികമായ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സൈഡിൽ അത് ശരിയുണ്ടോ തെറ്റുണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണ് എന്നുള്ള കാര്യം പലരും വിട്ടുപോകുന്നുണ്ട്. അപ്പം ഒരു ലൈം ലൈറ്റിൽ നിന്നുകൊണ്ട് ഈ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അതൊരു ഫസ്റ്റ് ജനറേഷൻ ലോയറായിട്ട് ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൻ്റെ മറ്റൊരു വശം കാണുകയും അവിടുന്ന് തിരിച്ചു കയറി വന്നില്ലേ, ഒരുപാട് പുതിയ കാര്യങ്ങൾ വാദിക്കാം. അതിനുശേഷമാണ് ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നതെന്നും അത് സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് കേസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞത്. ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തത്? അല്ല, ഏറ്റവും മേലെ കയറിയൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഞാനിപ്പോഴും പറയില്ല, അതിലൊരു സോളിറ്ററി റീപ്പറാണ്. എനിക്ക് അങ്ങനെ പറയാനായിട്ട് മറ്റ് അനുകൂല ഘടകങ്ങളൊന്നും കാര്യമായിട്ടില്ല. എൻ്റെ കുടുംബപരമായിട്ട് അല്ല അഭിഭാഷകരോ അല്ലെങ്കിൽ ഞാൻ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു അങ്കമാലിൽ കിടങ്ങൂരെന്ന് പറഞ്ഞ ടിപ്പിക്കൽ ഒരു പള്ളിക്കൂടത്തിൽ 1 തൊട്ട് 4 വരെ പഠിക്കുകയും 5ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആദ്യമായിട്ട് ഞങ്ങൾ പഠിക്കുന്നത്. 5 തൊട്ട് 10 വരെ. അപ്പ വാസ് എ ഫ്രീഡം ഫൈറ്റർ. വിമോചന സമരത്തിൻ്റെ പ്രതിയായിരുന്നു. KC കിടങ്ങൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാന്ധിയനായിട്ട് ജീവിച്ച് മരിച്ച ആളാണ്. ആ സമയത്ത് എനിക്ക് തോന്നിയേക്കണം വെച്ചാൽ അന്നും അപ്പൻ ഗ്രാമത്തിൽ ആരെ പോലെയും ജീവിക്കണം ഞങ്ങളെന്ന് അങ്ങനെ വാശി പിടിച്ചിരുന്ന ഒരാളാണ്. ഞങ്ങളവിടെ കാളവണ്ടികൾ കണ്ടു വളർന്ന ഒരു കാലഘട്ടമാണ്, ബാല്യകാലമാണ്. പക്ഷേ ഞങ്ങൾ അവിടുത്തെ സാറിൻ്റെ മക്കളെന്നൊരു ഒരു ലേബൽ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഇന്നും. പക്ഷേ ഇൻവേരിയബിളി എനിക്ക് തോന്നിയാണെങ്കിൽ 1 തൊട്ട് 10 വരെ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു, 10ൽ സ്കൂൾ ലീഡറായിരുന്നു. അതിനുശേഷം UC കോളേജിൽ പോകുമ്പോഴാണ് അല്പം വിപ്ലവം തലക്കേറിയും. പക്ഷേ അതിനുശേഷം അത് നിർത്തി ഞാൻ. അപ്പോൾ എനിക്ക് മെഡിസിന് പോകണം എന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം എന്നെക്കുറിച്ച്. അതിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത്. പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പി. ആ സമയത്ത് വീട്ടിൽ എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ പോയി. അപ്പോൾ ആർക്കും സംഭവിക്കുന്നൊരു കാലഘട്ടമാണ് അതിൽ. പക്ഷെ ഞാൻ നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സ്കൂൾ യുവനോത്സവത്തിനൊക്കെ പ്രസംഗ മത്സരങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ BCom പഠിക്കാമെന്ന്. BCom ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ലോ കോളേജിൽ പോകുന്നത്. അപ്പം ഞാൻ മംഗലാപുരത്തെ ലോ കോളേജിൽ പഠിക്കാൻ കാരണം ഞാൻ വിവേകാനന്ദ പുത്തൂർ എന്നുകൊണ്ടൊരു വിവേകാനന്ദ കോളേജിലാണ് പഠിച്ചത്. ആ കോളേജാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ അവിടേക്ക് പോകാൻ കാരണം തന്നെ എനിക്ക് ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ വേറൊരു ഭാഷ പഠിക്കണം, എനിക്ക് കുറച്ചുകൂടി ഞാനായി കാണണം എന്ന് തോന്നിയൊരു സമയമാണ്. അവിടെ വെച്ച് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ജീവിതത്തിൽ. ലാംഗ്വേജ് ഒരു തടസ്സമാണ്, ഒരു ബാരിയർ ആണെന്ന് തോന്നിയത് എവിടെയാണ്? അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു വി ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു എക്സ്പ്രസ് അവർ ഐഡിയാസ് ആൻഡ് കൺവേയിങ് അവർ അതേഴ്സ് ഇഷ്യൂ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ക്രൂഷ്യൽ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ഞങ്ങളുടെ പ്രൊഫഷനിൽ. അപ്പോൾ വെൻ വി ഗോ സംവെയർ എൽസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ബി കമ്പൽഡ് ടു സ്പീക്ക് സംതിങ് എൽസ് അതർ ദാൻ അവർ മദർ ടങ്. പക്ഷേ മലയാളം സംസാരിക്കാനോ എഴുതാനോ ഏറ്റവും ഇഷ്ടം എനിക്ക്. കാരണം അതെൻ്റെ മാതൃഭാഷ, എൻ്റെ ജീവിതത്തിൻ്റെ ഇമോഷൻസ്. ഞാൻ അത്യാവശ്യം എഴുതുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അതെ എഴുതും. പക്ഷേ അവിടെ വെച്ചാണ് ഞാൻ കുറച്ചുകൂടി ഭാഷയെക്കുറിച്ചും ഈവൻ കന്നഡ. ഞാൻ കാരണം വെച്ചാൽ മംഗലാപുരത്ത് പഠിക്കുമ്പോൾ ഞാൻ ആ ലോ കോളേജിൽ ആദ്യത്തെ ഒരു മലയാളി സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡൻ്റായി. നമ്മളിവിടെ ചെയർമാൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റുഡൻസ് കൗൺസിൽ വൈസ് പ്രസിഡൻ്റായിരുന്നു. എന്നൊരു വൈസ് ചെയർമാൻ ഇവിടെ പറയും. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും ചിന്തിക്കാതെ എത്തപ്പെട്ട സ്ഥലങ്ങളാണ്. നോർമലി ഒരാൾക്ക് എനിക്കോ അതുപോലെ ഒരു സിറ്റുവേഷനുള്ള ആൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്നറിയില്ല. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിലേക്ക് വരികയും ഹൈക്കോടതിയിൽ വെച്ച് ഞാൻ ആദ്യം ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയി. വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇൻഡിപെൻഡൻ്റായി. ഞാൻ ഇതിനിടയ്ക്ക് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, വീണ്ടും സെക്രട്ടറി ആയി. അതിനുശേഷമാണ് ഈ പ്രസിഡന്റ് ഇലക്ഷനിലാണ് ഈ കോൺട്രവേഴ്സിയൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയേക്കണം എന്താ വെച്ചാൽ നിങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങളുടെ സെറ്റ് ബാക്സിൽ ചിലപ്പോൾ പെട്ടെന്ന് വലിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഞാൻ ഒരിടയ്ക്ക് ഈ ആത്മഹത്യകളുടെ രീതികളെക്കുറിച്ച് പോലും ഗവേഷണം നടത്തിയേക്കണ ആളാണ്. എന്നുവെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ആ സമയത്ത് ഞാനൊന്ന് ഭയങ്കര സെൽഫ് എസ്റ്റീമിൻ്റെ ആളാണ്. എൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നാളെയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കാം.
വിർജീനിയ വുൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരി, ഞാനിതൊക്കെ അങ്ങനെ ഗവേഷണം എടുത്ത് ചെയ്തിട്ടുണ്ട്. അവർ കോട്ടിൻ്റെ ഇടയിൽ കല്ല് തിരികി കടലിലേക്ക് നടന്നു പോയി ചെയ്തത്. അപ്പോൾ അവരാണ് എഴുതിയത് നഷ്ടപ്പെടേണ്ട സാധ്യതകളെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ച് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അതിനുശേഷം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മാർക്ക് കുറഞ്ഞിട്ട് ട്രാക്കിൻ്റെ അവിടെ വെച്ച് തല ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ആ സമയത്ത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ഇൻഫോർമേഷൻസ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അവിടെയാണ് പറയുന്നത് സെൽഫായിട്ടുള്ളൊരു ഡിഫൻസ് മെക്കാനിസം നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ജീവിതത്തെ പ്രണയിച്ചാൽ. എനിക്ക് ജീവിതത്തെ ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് പറയാം. ഐ ലവ് മൈ ലൈഫ്. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ ഞാൻ ഉത്തരവാദിയുള്ളൂ. എൻ്റെ പ്രവൃത്തികളെ നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ദാറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൾക്ക് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റുള്ളൂ. എൻ്റെ വാക്കുകൾ നിങ്ങളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് ഒരു മലയാളിയുടെ ജീവിതം പറയുകയാണെങ്കിൽ ജനിച്ചു, നാട്ടുകാരെന്ത് വിചാരിക്കും, മരിച്ചു. അതിൻ്റെ അപ്പുറത്തൊന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് അവൻ ശരിക്കും ഒരു മനുഷ്യൻ. എക്സാക്ട്ലി. അതിനുള്ള തലമുറ കടന്നു വരണം. മരിച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടി ജീവിക്കാനുള്ള ത്വര ഉണ്ടാവണം നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സിറ്റുവേഷൻസ് വരുമ്പോൾ പിടിച്ചു നിൽക്കുക. ആ പിടിച്ചു നിൽക്കാനുള്ള തുരുത്തുകളാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ വലിയ സൗഹൃദങ്ങൾ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈ ഫാമിലി കോടതിയിൽ കേരളത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ചാണ് സ്ത്രീ. അത് വിവാഹം കഴിച്ചത് ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടേഴ്സിലെ ആളാണ്. അവരുടെ ഡിവോഴ്സിൽ ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി വെച്ചാൽ എനിക്ക് ഒരു സിസ്റ്ററെ പോലെയാണ് ഇപ്പോഴും വളരെ നല്ല ബന്ധമാണ്. ചെന്നൈയിലാണ് അവരിപ്പോൾ സെറ്റിൽഡാണ്. ഇവർക്ക് വേണ്ടി ഞാൻ അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ 2-3 പോസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സൈബി ഇന്ന് നമ്മളൊരാളുടെ അടുത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ നേരം ഇരിക്കും അദ്ദേഹം, അല്ലെങ്കിൽ എപ്പോഴും എഴുന്നേറ്റ് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവരുടെ കാറിൽ അവിടെ ചെന്നെത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് കമലഹാസൻ്റെ ഓഫീസിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ ചേച്ചിയും കമലഹാസനായിട്ട് ഭയങ്കര കണക്റ്റഡാണ്, നല്ല സൗഹൃദം. അങ്ങനെ ഞാൻ ആ സ്റ്റെപ്സ് കയറി മേലെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് കേസും അത്ര വർഷം കഴിഞ്ഞിട്ടും തീർന്നുണ്ടായില്ല. അപ്പോൾ സിസ്റ്റത്തെക്കുറിച്ച് ഭയങ്കര ആങ്സൈറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇത്രയധികം ഡിലേ ആവുന്നത്. അപ്പോൾ ഞാൻ അതിനൊക്കെ എനിക്ക് ആവുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കേസ് ഫയൽ ചെയ്ത് അവിടെ തീരുന്നില്ല. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അപ്പീൽ എന്നുള്ള റെമഡി എന്നും ഉണ്ടാവും. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിലപ്പോൾ പല കാരണങ്ങളാൽ സഫർ ചെയ്യപ്പെടുന്നൊരു ജഡ്ജ്മെൻറ്റ് മേലേക്ക് പോകുമ്പോൾ അത് അപ്പീലിലോ അതിനപ്പുറത്ത് വീണ്ടും അത് റിവിഷനിലോ അല്ലെങ്കിൽ SLPയിലോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ലെയറിൽ നീതി കിട്ടാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇതെല്ലാം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നും ഞാൻ മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഡെഫിനിഷൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സിറ്റുവേഷൻസ് ആൻഡ് യുവർ ഫ്രണ്ട്സ്, യുവർ സർക്കംസ്റ്റൻസസ്. അദ്ദേഹം അതിന് ഉപയോഗിച്ചൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കുറച്ച് പട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ പട്ടിക്കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ അത് റൈറ്റ് ഓർ റോങ് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ കുറേ നാൾ ജീവിതം ചിലവാക്കിയാൽ ഇവൻച്വലി യു സ്റ്റാർട്ട് ടു ബിഹേവ് ലൈക്ക് എ ഡോഗ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും നിങ്ങൾ പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്നെ ഒരുപാട് ചെറുപ്പത്തിലേ തൊട്ട് അമ്മയൊക്കെ എപ്പോഴും പറയും, നിനക്ക് എന്നും കൂട്ടുകാരായി കൂട്ടുകാരെ കൊണ്ട് നീ ഇല്ലാണ്ടാവും, ചീത്തയാവും എന്ന് പറയും. ഞാൻ തിരിച്ചാണ് എനിക്ക് തോന്നണം. ഇപ്പോൾ എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അൾട്ടിമേറ്റ്ലി ഞാൻ പോലും അറിയാതെ കൂടെ നിന്നേക്കുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇത്രയും വലിയ പരീക്ഷണങ്ങളുടെ ഇടയിൽ, ഇത്രയധികം ആരോപണങ്ങളുടെ ഇടയിലാണ് ഞാൻ കേരള ഹൈക്കോടതിയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 9,000 പേര് മെമ്പർഷിപ്പുള്ള കോടതിയാണ്, ചെറിയ സ്ഥലമല്ല. എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് തീരുമാനമെടുക്കാൻ കെലുപ്പും പ്രാപ്തിയുമുള്ള അഭിഭാഷകർ. അവരെ ഒന്നും പെട്ടെന്ന് ആർക്കും അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അവിടെ ഞാൻ ജയിച്ചു കയറുമ്പോൾ എനിക്ക് തോന്നിയതാ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് അതായിരുന്നു സർട്ടിഫിക്കറ്റ്. അതിനപ്പുറത്ത് ഇനിയിപ്പോൾ എന്നെ കഴുമരത്തിലേക്ക് വിട്ടാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവിടെ ഐ പാസ് ദ എക്സാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സൗഹൃദങ്ങളാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയേക്കണേ, പലരും ഭയങ്കര ഐലൻഡാണ്, ഒതുങ്ങിപ്പോവുക ജീവിതത്തിൽ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ഒതുങ്ങിക്കൊണ്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട നല്ല ബന്ധങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയോടൊപ്പം നിൽക്കുന്നവർ, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ,
നിങ്ങളുടെ പുറത്ത് തട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവർ, നിങ്ങൾക്കൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിങ്ങളെ പ്രേരണയായിട്ട് നിൽക്കുന്നവർ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ ലൈഫ് ഡെഫിനറ്റ്ലി വിൽ കീപ്പ് ഓൺ. അതാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഈ ഒരു കോടതി അല്ലെങ്കിൽ അതുപോലെ കേസൊക്കെ ആയിട്ട് പോകുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടൊരു സാധനമാണ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പം ഒരുപാട് കാലതാമസം എടുക്കും. ഒരു കേസ് ഒന്ന് തീർന്നു കിട്ടാൻ വർഷങ്ങളെടുക്കും. ഇപ്പം സൈബർ സാറിനാണെങ്കിലും ഏകദേശം കുറേ നാളുകൾ എടുത്തു ഈ ഒരു കേസിൽ നിന്ന് പുറത്ത് വരാൻ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിസ്റ്റം കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. കാരണം വെച്ചാൽ ഒരു അഭിഭാഷകനെ കണ്ടെത്തണം, കേസ് വാദിക്കണം. പിന്നെ ഇപ്പം നമ്മൾ സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ സുപ്രീം കോടതി ഡൽഹിയിലാണ്. അപ്പോൾ ഒരു കോമൺ മാൻ എത്രത്തോളം അത് അപ്രോച്ചബിൾ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന് അക്സസബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം വന്നാൽ മാത്രമേ അങ്ങനെ ആ ഒരു പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിലെ ജയിലുകളിൽ ഇനിയും നീതി കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാനും. അവരിൽ പലരും നിരപരാധികളാവാം. അല്ല എന്ന് പറയുന്നൊരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഞാൻ പറയില്ല അത് എൻ്റെ അവസാന ശ്വാസം വരെ. കാരണം ഞാൻ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിലെ വ്യവസ്ഥിതികളിൽ എത്രയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാലും അതുകൊണ്ടാണല്ലോ പലപ്പോഴും ട്രയലിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് അപ്പീൽ എന്തുകൊണ്ടാണ് വെറുതെ വിടുന്നത്. അപ്പോൾ അവർ അതുവരെ ശിക്ഷിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തെ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? അപ്പോഴും അതിനെതിരെ വിധിക്കാനും അവരെ നീതി കണ്ടെത്തി വെറുതെ വിടാനും സിസ്റ്റത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറുണ്ട്, ലൈക്ക് ഒരു വ്യക്തിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടുത്താനായിട്ട് അതിൻ്റെ പുറകിൽ ഒരു ലോബി കാണും, ഒരു മാഫിയ കാണും, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ കാണും, സ്വാധീനമുള്ള അല്ലെങ്കിൽ പിടിപാടുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ജുഡീഷ്യറി അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതെങ്ങനെ ഒരു സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്നു? വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഡെലിക്കേറ്റ്. എന്നുവെച്ചാൽ ഞാൻ ഒരു ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നുവെച്ചാൽ ഒരു ലോയറും കൂടി ആയതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്ത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പലതും ചിലപ്പോൾ ഞാൻ വിഴുങ്ങിക്കളയേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ അങ്ങനത്തെ പ്ലോട്ടുകൾ പിടിച്ചേക്കാൻ പാടാണ്. ഒന്ന്, സിസ്റ്റം അങ്ങനെ കോൺസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ സിസ്റ്റത്തിന് ഇപ്പോൾ സപ്പോർട്ടായിട്ടുണ്ട്. ഒന്ന് മീഡിയയുടെ ട്രയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകര. പക്ഷെ അതേ സമയത്ത് തന്നെ മീഡിയ ശരികൾ കണ്ടെത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സമ്മിശ്രമാണ്. ഞാൻ അതിലെന്താ കാര്യം വെച്ചാൽ ഇപ്പം മീഡിയയുടെ ഒരു റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ട്, കാരണം കോർട്ട് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് അത് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയും അപ്പോൾ അസോസിയേഷന് വേണ്ടി ഞാൻ ആ സമയത്ത് ആദ്യം ഹാജരായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പറഞ്ഞൊരു കണ്ടൻഷൻ എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് പില്ലറാണ് മീഡിയ എന്ന് പറയുമ്പോൾ, ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് പില്ലറാന്ന് പറയുമ്പോഴും മീഡിയ എല്ലാം ഓൺ ബൈ സംബഡി എൽസ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഐദർ എ ഇൻഡിവിജ്വൽ ഓർ എ കമ്പനി ഓർ എ കോർപ്പറേറ്റ്, അൾട്ടിമേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷനപ്പുറത്ത് അവരുടെ മുതലാളിയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുള്ള മീഡിയയിലും ആ മനുഷ്യർക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? കാരണം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് മീഡിയയിൽ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പം അവർ നമ്മളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നതിനപ്പുറത്ത് ആശയപരമായിട്ട് ആക്രമിച്ചോട്ടെ. പക്ഷെ ഇവിടെ എഴുതപ്പെടുന്ന കുറേ അജണ്ടകളുണ്ട്, എഴുതപ്പെടുന്ന ചില സ്ക്രിപ്റ്റുകളുണ്ട്. അതിൽ കുറച്ച് നേരമെങ്കിലും ചിലപ്പോൾ ക്യാരിഡ് അവേ ആയി പോകുന്ന സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് എൻഡ് ഓഫ് ദ ഡേ ഐ ഫീൽ ഇതിനെ ഓവർകം ചെയ്യാൻ കെൽപ്പുള്ളതുമാണ് സിസ്റ്റം. നമ്മളിപ്പം ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇൻ ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഇതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ മെഡിക്കൽ ഫീൽഡ്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം ഈ ഒരുപാട് കഥകൾ ഇതുപോലെ നടക്കുന്നുണ്ട്. അവിടെയും പല വലിയ വലിയ ഹോസ്പിറ്റലുകൾ ആൾക്കാരെ അനാവശ്യമായിട്ട് ബില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് അങ്ങനെ ബന്ധപ്പെട്ട കേസുകൾ, അതിൻ്റെ അകത്ത് കുറച്ച് ലൈക്ക് എന്താണ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ്? മെഡിക്കൽ നെഗ്ലിജൻസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒത്തിരിയധികം കേസുകളുള്ളൊരു ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ നെഗ്ലിജൻസ് ഇല്ല എന്ന് ആ സിസ്റ്റത്തിലുള്ളവർക്കും കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല ഡോക്ടേഴ്സും നല്ല സിസ്റ്റവും ഉള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടേത്. പക്ഷെ നെഗ്ലിജൻസ് ഓർഡിനറി കേസിൽ പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കോടതിയിൽ പോകുമ്പോൾ ഈ ചികിത്സയിൽ ഡെഫിഷ്യൻസി ഓഫ് സർവീസ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണിക്കണം വ്യക്തമായിട്ട്. നിങ്ങൾക്കറിയാം ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. എസ്പെഷ്യലി ഡെലിവറിയോടനുബന്ധിച്ച് കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ രോഗി മരിക്കുകയോ അല്ലെങ്കിൽ ഈ കുത്തിവെച്ച മരുന്ന് മാറിപ്പോവുക, ഇതൊക്കെ ഒരുപാട് ഇൻസിഡൻസ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ
മീഡിയയിൽ ഭയങ്കര ന്യൂസായിട്ട് വരുന്നുണ്ട്, ഒരു ലേഡിയുടെ ഒറ്റയാൾ പോരാട്ടം. അവർ ഓപ്പറേഷൻ സമയത്ത് കത്രിക കയറിപ്പോയതുണ്ട്. അപ്പം അതിന് റിപ്പോർട്ട് ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പരാതി കൊടുത്തവർക്ക് അനുകൂലമല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു കത്രിക ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണല്ലോ. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ അതേ ഫീൽഡിൽ തന്നെ ഉള്ള ഒരു എക്സ്പേർട്ടിൻ്റെ എവിഡൻസ് ആവശ്യമാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഇന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്, അതൊരു കോമൺ മാൻ പറഞ്ഞ കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയാണ് കുഴപ്പം. കോടതിക്കുള്ള ഒരു ലിമിറ്റേഷൻസ് അത്. കാരണം കോർട്ട് കനോട്ട് ജമ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ പാർട്ടി until and unless actually it gets information from the qualified persons. അപ്പം നോർമലി ഇപ്പോൾ IMA ഒക്കെ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് അതിൽ നമുക്ക് സക്സീഡ് ചെയ്യാവുന്ന സ്കോപ്പ് ഭയങ്കര കുറവുണ്ട്. എന്നാൽ അതിലും വളരെ ഭംഗിയായിട്ടും ശക്തമായിട്ടും ഒറ്റയ്ക്ക് നിന്ന് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ കരുപ്പുള്ള ഡോക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ കുഴപ്പം, ഇങ്ങനത്തെ കേസുകൾ മുന്നോട്ട് പോകുമ്പോൾ കേസ് കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു നെഗ്ലിജൻസ് നമ്മൾ റൈസ് ചെയ്യുമ്പോൾ, ഒരു കൺസേൺ റൈസ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഡാമേജോ കോമ്പൻസേഷനോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കേസിലുള്ള നെഗ്ലിജൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വേറൊരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഡോക്ടർ, ഒരു മെഡിക്കൽ ടീമിൻ്റെ റിപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു കേസ് ചെയ്യേണ്ടി വന്നാൽ ആരെയായിരിക്കും അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള, ലൈക്ക് ഇപ്പോൾ ഒരു നോർമലി ഉള്ളൊരു അഡ്വക്കേറ്റിനെ ആണോ അതോ മെഡിക്കലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഏരിയ ഉണ്ടോ? അല്ല, എനിക്ക് എന്താ വെച്ചാൽ ഈ എക്സ്പേർട്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ഓൾ ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി. നിങ്ങൾ ലോ എല്ലാവരും ഒരുപോലെ പഠിക്കുന്നത്, നന്നായി വർക്ക് ചെയ്യുകയും നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന അഭിഭാഷകർ ആരുണ്ടെങ്കിലും നിങ്ങൾ പോവാം. അപ്പോൾ അതിലൊരു എക്സ്പേർട്ട് എന്നേക്കാൾ ഉപരി ഇപ്പോൾ ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നന്നായി ഡ്രാഫ്റ്റ് ചെയ്യുന്നൊരു അഭിഭാഷകൻ, നന്നായി അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു അഭിഭാഷകൻ, അല്ലെങ്കിൽ ഒരു അഭിഭാഷക. ആളുകൾ ചിലവർക്ക് കൊടുക്കുന്ന ചില ലേബലുണ്ട്, ആ ലേബൽ അനുസരിച്ച് പോകുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ കാണുന്ന അഭിഭാഷകനോട് സംസാരിക്കുമ്പോൾ, അവരോട് കേസുകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അഭിഭാഷകരെ തീരുമാനിക്കേണ്ടത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ഈ ഇഷ്യൂ തന്നെ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തിൽ മറ്റൊരു ഘടകം എൻ്റെ കക്ഷികളായിരുന്നു. എത്ര നമ്മൾ പെർഫെക്റ്റ് ആയാലും 5-6% അല്ലെങ്കിൽ അതിലൊരു 2-3% അല്ലെങ്കിൽ 4-5 പേര് അതിനെ അവർ കാണുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് അവർക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ്. എനിക്കിപ്പോഴും അറിയില്ല, ഇപ്പം എനിക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയാണ് കാണേണ്ടതെന്ന്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നത് ആരാണ് എന്നുള്ളത് പൊതുവേ ആർക്കും ഒരു ധാരണയില്ല. ഇപ്പം ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എൻഡ് ചെയ്യുന്ന വരെ 100-200 പരം അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഇതിലാരോട് എന്ത് പറയണം എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. ഈ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷകയെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് തോന്നിയേക്കണം, ഞാൻ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയാണ്. ചിലപ്പോൾ ഫാമിലി കോർട്സിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, ക്രിമിനൽ കോർട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, റിട്ട് ജൂറിസ്ഡിക്ഷൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് കുറേ കൂടി ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകളുണ്ടാവാം. അറിവുകളേക്കാൾ അപ്പുറത്ത് മറ്റു പലർക്കും ചിലപ്പോൾ അവസരങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം അറിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ കക്ഷികൾക്ക് അഭിഭാഷകനെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഒരു അഭിഭാഷകനോട് അല്ലെങ്കിൽ ഒരു അഭിഭാഷകയോട്. അതാണ് ക്രൈറ്റീരിയ. ഇപ്പോൾ നിങ്ങൾ കൺസ്യൂമർ ഫോറത്തിൽ ഫയൽ ചെയ്യുന്നു, അതാണ് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഏറ്റവും ഇത് കൂടുതലും വരുന്ന അവിടെയാണ്. അത് ചില ക്രിമിനൽ കേസുകൾ വരുന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഓൾ ലൈക്ലി മോസ്റ്റ് ഓഫ് ദീസ് കേസസ് മെഡിക്കൽ നെഗ്ലിജൻസ് കൺസ്യൂമർ ഫോർത്ത് ലെവൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു അഭിഭാഷകൻ്റെ അടുത്ത് പോകുമ്പോൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ കേസിൽ അങ്ങനെ റെഫർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ, അവർക്ക് കാര്യങ്ങൾ അറിയാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയുണ്ടോ. പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് കോടതികളിൽ കേസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഒരു കാറ്റഗറി ഇത് പറയാൻ പറ്റും, അതായത് ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ ഈ കാറ്റഗറിയിൽ പെട്ട അഡ്വക്കേറ്റ്സിനെ കാണാം, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ കാണാം. സമൂഹം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പേരോ അല്ലെങ്കിൽ എൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ. സമൂഹം പറയുന്നുണ്ടാവാം ചിലപ്പോൾ, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തേക്കണത് എല്ലാ അഭിഭാഷകരും കേപ്പബിളാണ്. അവർ പഠിച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്ത് കേസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇതിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അഡ്വൈസ് ചെയ്ത് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ടാവാം.
അവർ ചിലപ്പോൾ അത് സിസ്റ്റത്തെ ആയിരിക്കാം അവർ അതിൽ യൂസ് ചെയ്യുന്നത്. അത് വീണു പോരുത്. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം സിസ്റ്റം XYZ എന്നില്ലാതെ നീതി നടപ്പാക്കപ്പെടേണ്ടതാണ്. പൂർണ്ണമായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് ധൈര്യമായിട്ടൊന്നും ഞാൻ പറയില്ല. ലോട്ട് ഓഫ് അതർ ഇഷ്യൂസ്, അത് കാലം മാറുന്നതനുസരിച്ച് കാലത്തിൻ്റെ മൊത്തം വലിയ സമൂഹത്തിൻ്റെ മൊത്തം വ്യവസ്ഥിതിയിലുള്ള ചെറിയ മാറ്റങ്ങളുടെയോ അല്ലെങ്കിൽ അപച്യുതികളുടെയോ ഭാഗമാണത്. അങ്ങനെയുള്ളവരെ കാലം തെളിയിക്കട്ടെ അല്ലെങ്കിൽ കാലം പുറത്തു കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അഭിഭാഷകനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളം പോലത്തെ സ്ഥലത്താണെങ്കിൽ എല്ലാവരും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ യു നീഡ് നോട്ട് ക്യാരിഡ് അവേ ബൈ അതേഴ്സ് റിമാർക്സ്. ഇപ്പോൾ നാളെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തൃപ്തമല്ലെങ്കിൽ ബാർ കൗൺസിലിൻ്റെ റൂൾ അനുസരിച്ചും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഫയൽ മാറ്റി കൊടുക്കണം. അപ്പം അതൊന്നും അത്ര വലിയ സംഭവമല്ല. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചില നല്ല ഭംഗിയായിട്ട് കേസ് നടത്തുന്ന അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒരുപാട് ലൈം ലൈറ്റിലില്ലാത്ത അഭിഭാഷകരുള്ള നാടാണ് ഇവിടെ. അപ്പം നിങ്ങൾ കണ്ടെത്തുന്ന അഭിഭാഷകരെ നിങ്ങൾ തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷനിൽ തിരഞ്ഞെടുക്കണം. അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ഏരിയ എനിക്ക് അത്രയും അതിനോട് ഞാൻ ആ ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. കാരണം വെച്ചാൽ ഞാൻ അതിൽ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ജീവിതം വെച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇൻ്റർനാഷണൽ ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക്ഹോമിൽ ഒരു ആർബിട്രേഷന് പോയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 300 crores ഒരു ക്ലെയിമിനാണ് പോയത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആർബിട്രേഷനോട് ബന്ധപ്പെട്ട് ആർബിട്രേഷൻ്റെ ഏതെങ്കിലും കോഴ്സുകളോ പാസ്സായ അങ്ങനെയൊന്നും ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഞാൻ പോകുമ്പോൾ എൻ്റെ കക്ഷിക്ക് എന്നെക്കുറിച്ച് കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റോക്ക്ഹോമിൽ 16 ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ലോ ഓഫീസിൽ പോകും, അതിന് തിരിച്ചു വരും. ആർബിട്രേഷൻ നടക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സിൽ ഞാൻ പോകും രാവിലെ, വൈകിട്ട് തിരിച്ചു. എന്തായിരുന്നു ഇഷ്യൂ? അതൊരു കൊമേഴ്സ്യൽ ഡിസ്പ്യൂട്ടാണ്. ഒരു നമ്മുടെ കക്ഷിയുടെ ഒരു ഷെയർ വേറൊരു കമ്പനി ഒരു കൺസിഡറേഷൻ ഇല്ലാതെ എടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. അതാണ് ശരിയെന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ഇപ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാനത് സബ്ജുഡീസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ 16 ദിവസം എൻ്റെ ജീവിതത്തെ കുറേ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ആർബിട്രേഷൻ എന്ന് പറഞ്ഞൊരു എല്ലാ ബ്രാഞ്ച് ഓഫ് ലോയിലും കുറേ കോമൺ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ആർബിട്രേഷനിൽ നിങ്ങൾ ക്രോസ് എക്സാമിൻ ചെയ്യണം സാക്ഷികളെ. ക്രോസ് എക്സാമിൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ക്രോസ് എക്സാമിനോ മറ്റേ എവിഡൻസ് എടുക്കാനോ കഴിവുള്ളവരല്ലേ പറ്റുള്ളൂ. അവിടെ ആർബിട്രേഷൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കഠിനാധ്വാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യുവർ ഹാർഡ് വർക്ക്, യുവർ റിഫ്ലെക്സ്, യുവർ കോമൺ സെൻസ്, കുറച്ചൊക്കെ നിങ്ങളുടെ പ്രതിഭ യു കാൺ ബൈ. അത് നിങ്ങളുടെ ഒരു ബൈ ബർത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഡെവലപ്പ് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, വേറെ ഒന്നുമില്ല അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ഫാദർ മരിക്കുമ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ കോഡ് നമ്പർ 2B ഞാനിപ്പോൾ ഓർക്കണം, ജസ്റ്റിസ് ശങ്കരൻ സാറിൻ്റെ കോടതിയിൽ കേസ് ആർഗ്യുകൊണ്ടിരിക്കുക. മെസ്സേജ് വരുന്നുണ്ട്. ഞാനന്ന് കസ്റ്റംസ് DRIയുടെ സീനിയർ കൗൺസിലാണ്. പക്ഷെ ഞാനത് വായിച്ചിട്ടും അതൊരു ഹേബിയസ് കോർപ്പസ് ആയിരുന്നു. ഞാൻ എതിർക്കുന്ന കേസാണ്. ഞാനത് ആർഗ്യുമെൻ്റ് തീർത്ത് അടുത്ത ആർഗ്യുമെൻ്റ് സമയമായപ്പോൾ കോർട്ട് പെർമിഷൻ ചോദിച്ചോളൂ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെന്നപ്പോൾ 10 മിനിറ്റ് വൈകി, അപ്പയെ കാണാൻ പറ്റിയില്ല ജീവനോടെ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അപ്പയ്ക്ക് അത് ഞാൻ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാകും. ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് ആ സമയത്ത് ചിന്തിച്ചു. അതിനുശേഷം ഞാൻ അതേ പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രൊഫഷൻ്റെ പ്രത്യേകത അതാ. ഈ ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻസ് കുറവാണ്, ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഓപ്ഷൻസ് കുറവാണ്. പക്ഷെ ഇത് തന്നെ ഒരു പാഷനാണ്. അത് പാഷനുള്ളവർക്ക് മരണം വരെ ഇതിൽ നിൽക്കാം. ഇതിൽ ലിമിറ്റേഷൻ ഇല്ല. ഇപ്പോൾ ഈ ഇടയായിട്ട് കണ്ടതിന് ഏറ്റവും വലിയ ട്രെൻഡ്, പണ്ടൊക്കെ മെഡിക്കൽ ഫീൽഡ്, എൻജിനീയറിങ്, അതും കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് LLB എന്ന് പറയുന്നത്. ഇപ്പം മാറി. നിങ്ങൾ ക്യാമ്പസുകളിൽ പോയി നോക്ക്. ലോ എന്നുള്ളൊരു ഡിഗ്രിക്ക് വേണ്ടിയാണ് ഏറ്റവും ഡിമാൻഡുകളുള്ള കോഴ്സുകളൊന്നായി മാറി. കാരണം ഇതിൻ്റെ അനന്തമായ സാധ്യതകളാണ്. കാരണം കോടതി മുറികൾക്ക് അപ്പുറത്ത് തന്നെ ഒരു ലോയർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. മീഡിയേഷനും ആർബിട്രേഷനും കൺസിലിയേഷനൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ എല്ലാ കമ്പനികളിലും ലോ ഓഫീസേഴ്സ് എല്ലാം ഇപ്പോൾ ഒരു മാൻഡേറ്ററി ആയിട്ട് മാറി. അപ്പോൾ ഇതൊരു ഭയങ്കര രസകരമായൊരു പ്രൊഫഷനാണ്. പക്ഷേ ഹാർഡ് വർക്കാണ് ഇതിൻ്റെ ഒരു നട്ടെല്ല്. പിന്നെ നിങ്ങൾക്ക് ലക്ക് വേണം. നിങ്ങൾ പറഞ്ഞവർ ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് ഒരു കാരണമില്ലാണ്ട് നമ്മളോട് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ, നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര ജുഡീഷ്യൽ ഡിസ്പെൻസേഷനാണെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക്. അത്
എന്നെ ചിലപ്പോൾ, പക്ഷെ നമ്മൾ നിശബ്ദമായിട്ട് അപ്പോഴും നട്ടല് വളയ്ക്കാതെ ഭംഗിയായിട്ട് മച്ച് ഒബ്ലൈജഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോരാറുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ അടുത്ത ഇത് ചിന്തിക്കണം എന്താ, എത്ര മനോഹരമായ കോടതി മുറികളുണ്ട്, എത്രയും നന്നായി മനുഷ്യൻ്റെ വികാരങ്ങളെ കേൾക്കുന്ന പറയുന്ന വ്യക്തിക്കപ്പുറത്താണ് ഈ കേസുകളെന്ന് ചിന്തിക്കുന്ന കോടതികളുണ്ട്. ആ കോടതികളുള്ള രാജ്യത്ത് നമ്മളെന്തിനാ സിസ്റ്റത്തെ ഭയക്കണേ? പക്ഷേ അത് നിങ്ങളുടെ ഭാഗ്യവും കൂടി ആശ്രയിച്ചിരിക്കും എവിടെ വരുന്നു. പിന്നെ ഒരുപാട് ധൈര്യമുള്ള ഒത്തിരിയധികം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കെൽപ്പുള്ള കോടതികളും കോടതി മുറികളുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പറയാം, അതിലിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളവരാ. അത് കഴിഞ്ഞ് അവർ പടിയിറങ്ങും. പക്ഷെ ആ സിസ്റ്റം നിലനിൽക്കുക, ആ സിസ്റ്റമാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് ഈ ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് ഒരുപാട് പേരോട് അതൃപ്തി ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി ഭയങ്കര വിഷമമായിട്ട് എനിക്കതിൽ പലരും എന്നെ ഉപദ്രവിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചെന്താ പറയുക, ഞാൻ എന്തെങ്കിലും വാ തുറന്ന് സംസാരിക്കുമ്പോൾ അത് സിസ്റ്റത്തെയാണ് ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പോൾ ആ സിസ്റ്റത്തെ ബാധിക്കുക. നാളെ ഞാനില്ലാതായി എന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നും സംഭവിക്കില്ല. ഈ കേസ് കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാതായാലൊന്നും സംഭവിക്കില്ല. പക്ഷെ ദാറ്റ് സിസ്റ്റം ഷുഡ് ബി ദെയർ. അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായത് ആ കാര്യത്തിൽ, സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നതാണ്, ജീവിതം എന്ന് പറയുമ്പോഴും സിസ്റ്റം എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റി കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് വശങ്ങളും ഇതിലുണ്ട്. ഇതിൽ മീഡിയ പറയുന്ന ഒരു സൈഡുണ്ട്, യഥാർത്ഥ വശങ്ങൾ മറ്റൊരു സൈഡാണ്. അതിൽ സത്യാവസ്ഥകൾ പലപ്പോഴും വേറെ രീതിയാണ്. നമ്മൾ പൊതുവേ കാണുന്ന രീതിയിലല്ല ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ വരിക. ശരിക്കും കറക്റ്റാണ് കേട്ടോ അത്. കാരണം മീഡിയ ട്രയലിൽ പലതും എനിക്ക് തോന്നിയിട്ടുള്ള എന്താ, വ്യക്തിപരമായിട്ട് നമ്മൾ കേസുമായിട്ട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് മീഡിയ ട്രയൽ പലതും ചിലപ്പോൾ ശരിയാവണം എന്നില്ല. ഞാൻ ഈ പറയുന്ന നേരത്തെ ചെന്നൈയിലെ ഫാമിലി കോർട്ടിൽ കേസ് നടക്കുമ്പോൾ ഈ പറയുന്ന എൻ്റെ കക്ഷി ചേച്ചി വേറൊരാളുടെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ന്യൂസായിട്ട് വന്നു. ഇന്ന ആൾ ഇങ്ങനെ പുതിയ ഒരാളോട് കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോശമായ ചുകയുള്ളൊരു വാർത്ത. ശരിക്കും ആ ഫോട്ടോ ഞാൻ കണ്ട ആളാണ്. എന്നോട് ചോദിച്ചാൽ അതിൽ 3 പേരുണ്ട്. അതിൽ ക്രോപ്പ് ചെയ്ത് അവരെ അത് കട്ട് ചെയ്തു. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഈ കേസിലെ എതിർകക്ഷിയാണ്. പക്ഷെ അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അത് അവരറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ താഴെ വരുന്ന കമൻസ് എന്താ, ഇപ്പോൾ മലയാളത്തിൽ വളരെയധികം തിളങ്ങി നിൽക്കുകയും ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു മാനേജർ ഇഷ്യൂ ഒക്കെ ആയിട്ട് നടന്ന ഒരു നടന് വേണ്ടി ഞാൻ വളരെ ജീവിതമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ കോടതിയിൽ നമ്മൾ കോഷിയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഈ ഇഷ്യൂ നടക്കുമ്പോൾ, അപ്പോൾ അതിക്ക് മുമ്പ് ഇതിലൊരു പറഞ്ഞു തീർത്ത ഒരു രീതി ഉള്ളതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ലീഗൽ ആസ്പെക്റ്റൊക്കെ നമ്മൾ കോടതിയിൽ ആർഗ്യൂ ചെയ്ത് അതിലൊരു പ്രൊസീഡിങ് സ്റ്റേ ഉണ്ടായിരുന്നു. എൻ്റെ കേസ് നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതേ കേസ് വരണം, ഇന്ന നടൻ്റെ കേസിൽ കള്ള അഫിഡാവിറ്റ് ഫയൽ ചെയ്തു. ഇതാണ് വാർത്ത വരുന്നത്. ഞാൻ ചിന്തിക്കണത് എന്താ, ഞാൻ അങ്ങനെ ഒരു അഫിഡാവിറ്റ് ആരുടെയും ഫയൽ ചെയ്തിട്ടില്ല, സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലമില്ല. ആകെ ചെയ്തത് ഇതിലെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അവരുടെ സ്വന്തം മെയിലിൽ നിന്നും ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് അയച്ച ഒരു മെയിൽ, ഇത് സെറ്റിൽ ചില തീർക്കും, നാട്ടിൽ വരുമ്പോൾ തീർക്കും എന്ന് പറയുന്ന, അവരും ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും അതിനെ ചിന്തിച്ചാണ്. എനിക്ക് അവരെയും ഞാൻ ബഹുമാനത്തോടുകൂടി കാണുന്നത്. അവർ കൊടുത്ത ആ മെയിലിൻ്റെ കോപ്പി എൻ്റെ ജൂനിയറുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ കുട്ടി പെട്ടെന്ന് പതിച്ചു പോയി ഇങ്ങനൊരു സബ്മിഷൻ വന്നപ്പോൾ. പക്ഷെ നമുക്കെന്ത് അതിലെന്തെങ്കിലും നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ല. സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടു ഒറ്റ സബ്മിഷനില്ല, വലിയ വാർത്തയായി. അപ്പോൾ കള്ള സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ വരുന്നത്. അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ചിലപ്പോൾ എല്ലാവരും ക്യാരിഡ് അവേ ഉണ്ടാവും. കോടതി അന്ന് സ്റ്റേയും വെക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ കോടതിയിൽ വന്ന് ആർഗ്യൂ ചെയ്തു. ഐ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. ബട്ട് കോർട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് ഇപ്പോൾ അഡ്മിറ്റഡ്ലി വിഡ്രോ ചെയ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളിത് ഡിസ്മിസ് ചെയ്യുന്നു. കേസ് ഡിസ്മിസ് ചെയ്തു. അവിടെ തീർന്നില്ല കഥ. അവിടെ ഞാൻ പറഞ്ഞു, അവിടെ മാധ്യമങ്ങളും അവിടെ നിർത്തി. അടുത്തതാണ് കഥ. അതേ കോടതിയിൽ ഈ കേസ്
തീർപ്പാക്കിയെന്ന് പറഞ്ഞ സത്യവാങ്മൂലവും ഫയൽ ചെയ്ത് വീണ്ടും കേസ് വന്നു. ഞാൻ തന്നെ ഫയൽ ചെയ്ത് തള്ളിയ കോടതിയിൽ. ആ കോടതി അത് സ്റ്റേ ചെയ്തു. ഒരിക്കൽ തള്ളിയ കേസാണ്. കാരണം അവിടെയാണ് സത്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത് കോഷ് ചെയ്യപ്പെട്ടു. ഞാൻ തന്നെ അപ്പിയർ ചെയ്ത്. അത് കക്ഷി പറഞ്ഞു. അപ്പോൾ എന്നെ മാറ്റണം എന്ന് പലരും കക്ഷിയെ ഉപദേശിച്ചു. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ജീവിക്കാൻ കുറച്ച് പേരുടെ കോൺഫിഡൻസ് മതി. നമ്മൾ കടന്നു പോയാലും നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നവർ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അതിനപ്പുറത്ത് എന്താ നമുക്ക് വേണ്ടത്? അതിനപ്പുറത്ത് ഒന്നും വേണ്ട. കടന്നു പോയാലും നമ്മൾ ഇങ്ങനെ തന്നെ ജീവിച്ച് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറയുന്നത് അതേ സിറ്റുവേഷനാണ് വീണ്ടും വന്നത്. പക്ഷേ ആദ്യത്തെ സിറ്റുവേഷൻ പ്ലോട്ട് ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ദ റിയൽ, വീണ്ടും അത് പഴയ സിറ്റുവേഷനെ റീറ്ററേറ്റ് ചെയ്തതാണ്. കോച്ച് ചെയ്തു. കോച്ച് ചെയ്തതിന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരുന്നത്? മാധ്യമങ്ങൾ TRP കിട്ടത്തില്ല. എക്സാക്ട്ലി. നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാനാണ് പലർക്കും ഇഷ്ടം. അത് നാളെയും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സംസാരങ്ങൾക്കും പ്രവൃത്തികൾക്കും മാത്രം ഞാൻ ഉത്തരവാദി. നിങ്ങളത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ളത് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങളുടെ സമയം ശരിയല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇതുപോലെ. പക്ഷേ അതിൽ എന്നോട് ചോദിച്ചാൽ ഓൾവേസ് ആക്ച്വലി ഐ ഫീൽ ട്രൂത്ത് ഈസ് വിത്ത് ഹിം. പിന്നെ സബ്ജുഡീസ് ആയൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നതിന് ഉത്തരവാദി അദ്ദേഹമാണ്. പക്ഷെ മറ്റുള്ളവർ ആ ചെയ്തിയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിന് അദ്ദേഹം ഉത്തരവാദിയല്ല. അത്രേ ഉള്ളൂ. അതിൽ സിമ്പിളാണത്. കോംപ്ലിക്കേറ്റഡ് വേൾഡാണ്. നമുക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, സിസ്റ്റവും കൂടി പോയാൽ, ഇപ്പം ലോകത്ത് മുഴുവൻ വിപ്ലവങ്ങൾ ഉണ്ടാകണം എങ്ങനെയാണ്? അവസാനം സിസ്റ്റവും കൂടി ക്ഷയിക്കപ്പെട്ട് കഴിയുമ്പോൾ കോമൺ മാൻ എരച്ചു കയറും. അതായിരിക്കും. അപ്പം സിസ്റ്റം പോകരുത്. സിസ്റ്റം പോകാതിരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യം, മറ്റാരേക്കാൾ. അപ്പോൾ അത് പോയാൽ ടോട്ടൽ അനാർക്കിയാണ്. അതിൽ റിച്ച് എന്നില്ല, പുവർ എന്നില്ല, വീക്ക് എന്നില്ല, സ്ട്രോങ് എന്നില്ല. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് തോന്നിയാണ് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ആസ്ട്രോ മെഡിസിറ്റിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്തെ. ഈ ആസ്ട്രോ മെഡിസിറ്റിയുടെ കേസിൽ പാഡി വെറ്റ്ലാൻഡ് ആക്ടിൻ്റെ കീഴിൽ ഇത് വരുമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. കാരണം സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് റിജക്റ്റ് ചെയ്തു. പുതിയ പ്രൊജക്റ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടാനും ഒരുപാട്, എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ ആ ഒരു ഫീൽഡിൽ ഒരുപാട് എക്സ്പാൻഷൻ ചാൻസ് ഉള്ളൊരു പ്രോജക്റ്റാണ് അവരിപ്പോൾ കൊണ്ടുവന്നേക്കണേ. അതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള, എനിക്ക് തോന്നുന്നു അതിൽ അവർ എടുത്തേക്കണ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തേക്കണ ചില സ്റ്റാൻഡുകൾ, നിലപാടുകൾ, ഈ നിലപാടുകളെ വേറൊരു വിധത്തിലും സ്വാധീനിക്കാൻ ഈ മാനേജ്മെൻറ്റ് ശ്രമിച്ചിട്ടില്ല. കാരണം അപ്പോൾ അവർ തോന്നിയത് കോടതിയെ തന്നെ വിശ്വസിക്കണം എന്നാണ്. ജുഡീഷ്യൽ സംവിധാനങ്ങളിലൂടെ തന്നെ അത് കടന്നുപോയി. കാരണം വെച്ചാൽ അതിൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ നിഷേധിക്കപ്പെട്ടു. കാരണം പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സർവേ നമ്പറുണ്ട്. ഈ സർവേ നമ്പറുകളിലെല്ലാത്തിലും അതിലിരിക്കുന്ന ഈ ബിൽഡിംഗ് ഓൾറെഡി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തൊരു സ്ട്രെയിഞ്ച് കണ്ടൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തെ ബിൽഡിങ്ങിന് മാത്രമേ എക്സംപ്ഷൻ ഉള്ളൂ. ആ സ്ഥലത്ത് വീണ്ടും ആ ബിൽഡിങ്ങിനോട് ചേർന്നൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ പോലും നേരത്തെ എടുത്ത എക്സംഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വെരി സ്ട്രെയിഞ്ച് കണ്ടൻഷൻ. അപ്പോൾ സിസ്റ്റത്തിലേക്ക് അവർക്ക് വേണമെങ്കിൽ വേറെ എത്രയോ പവർഫുള്ളാണ്, അങ്ങനെ തോന്നിയാൽ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അവരെങ്ങും പോയില്ല. അവർ കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തു. കേസ് നമ്മൾ എലോബറേറ്റ്ലി കോടതി കേട്ടു. അതിൻ്റെ ശരി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കോടതിക്ക്, അതിലാണ് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിധിന്യായത്തെ വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ്? കക്ഷി സിസ്റ്റത്തിലുള്ള വിശ്വാസമാണ്. അല്ലാതെ അവർ വേറൊരു രീതിയിൽ അതിനെ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും രീതികളിലൂടെ ഒരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. സ്വാധീനങ്ങളുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ അവർ റൂൾ ഓഫ് ലോയിൽ വിശ്വസിച്ചു. അത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ഓണർ ചെയ്യുകയും ചെയ്തൊരു സിസ്റ്റം ഉണ്ടായി. ഇപ്പം നമ്മൾ DLFൻ്റെ കേസ് ഉണ്ടായിരുന്നു. DLF പൊളിച്ചു കളയണം എന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോവുകയും അവിടെ വെച്ച് വളരെ എലോബറേറ്റായിട്ട് കേട്ട കേസാണ് അത്. CRZ വയലേഷനെ കുറിച്ച്. അതെ, ചിലവന്നൂരുള്ളൊരു വലിയ സമുച്ചയമാണ്. സുപ്രീം കോടതി വരെ പോയതാണത്. അപ്പോൾ എനിക്ക് അതിൽ തോന്നിയ എന്തൊരു കാര്യം, അവരും
വേറൊരു വിധത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഷീനറിയോ ഒരു വിധത്തിലും അവർ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൂടെ അത് സെറ്റിൽ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. കാരണം അവർക്ക് തോന്നിയത് സിസ്റ്റത്തിൽ വിശ്വസിച്ച് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നി അതിൽ വിശ്വസിച്ച് കോടതികളിലാണ് അവർ എത്തപ്പെട്ടത്. കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റേറ്റും സുപ്രീം കോടതിയിൽ പോയി. അവിടെ വെച്ച് ഇത് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്. എന്തിനായിരുന്നു പൊളിക്കണം എന്ന് പറഞ്ഞ്? അതിൽ പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ CRZ വയലേഷനാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് CRZ 2 എന്നുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ഏരിയ ആണെന്നാണ് പറയുക. CRZ 2 റെസ്ട്രിക്ഷൻസ് ഉണ്ട് കൺസ്ട്രക്ഷന്. 1991 വന്ന റൂളാണ് സ്റ്റാറ്റ്യൂട്ട്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഓതറൈസ് ബിൽഡിംഗ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ്വേർഡ് സൈഡിലാണ് പെർമിഷൻ ഉണ്ടാവുക. ഇപ്പം നമ്മളുടെ അതുപോലെ തന്നെ ഒരു ലാൻഡ്വേർഡ് സൈഡിലുള്ള ഒരു ബിൽഡിംഗ് ആണെന്നാണ് നമ്മുടെ കണ്ടൻഷൻ. പക്ഷെ അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ പെർമിഷൻ ഉണ്ടായിട്ടില്ല. ഇതാണ് ആകെയുള്ളൊരു ലാപ്സ് എന്ന് പറയാൻ പറ്റും. സബ്സിക്വൻ്റ്ലി ദർ വാസ് എ ക്ലിയറൻസ്. ദാറ്റ് ക്ലിയറൻസ് വാസ് ഇൻ്റർഫിയർഡ് ബൈ ദ സിംഗിൾ ബെഞ്ച്. അതിനാണ് അപ്പീൽ പോയത്. ഇതറിയില്ലാത്ത ഒരാൾ അതിനെ കാണുമ്പോൾ എന്താ ഉണ്ട്, അവർ കോടതിയിൽ പോയി അവർക്ക് കിട്ടി. അങ്ങനെയല്ല, നിയമപരമായിട്ട് അത്രയധികം സ്ക്രൂട്ടിനി നടത്തിയ കേസാണത്. വളരെ ക്ലിയറായിട്ട് ലോയുടെ ഇൻ്റർപ്രിട്ടേഷൻ നടന്ന സ്ഥലമാണത്. പല റിമാർക്സ് ഡിവിഷൻ ബെഞ്ചിൻ്റെയും സുപ്രീം കോടതിയിൽ എക്സ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞ നീതിന്യായ വ്യവസ്ഥതയിൽ വിശ്വസിക്കുന്ന അതിൽ എനിക്ക് തോന്നുന്നു റിച്ചെന്നോ പുവർന്നോ വീക്കെന്നോ സ്ട്രോങ് ഒന്നും ഇല്ല. എത്രയോ നിരാലംബരുടെ കേസുകൾ ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ കേസുകളിൽ വളരെ മുഖം നോക്കാതെ എത്രയോ നല്ല വിധിന്യായങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ കോർപ്പറേറ്റുകളുടെ കാര്യമല്ലേ? ഇപ്പം അല്ലാതെ ഇൻഡിവിജ്വലിൻ്റെ കാര്യം വരുവാണെങ്കിൽ, അല്ല, ഇൻഡിവിജ്വലിൻ്റെ കേസിലും എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പലർക്കെതിരെയും ഫൈറ്റ് ചെയ്തേക്കണ സാധാരണക്കാരുടെ ഒരുപാട് വിധിന്യായങ്ങൾ കേരള ഹൈക്കോർട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ അതിലിപ്പോൾ XY എന്ന് പറയാനില്ല, ഒത്തിരി പേരുടെ ഉണ്ട്. അതിലേതെങ്കിലും 1-2 ഇൻസിഡൻസിൽ സാധാരണക്കാരന് തോന്നിയിട്ടുണ്ടാവാം നീതി നിഷേധിക്കപ്പെട്ടു എന്നോ, അല്ലെങ്കിൽ ഇവിടെ അത് അവർ സാധാരണക്കാരനായതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളിതിനെ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരിയധികം സാധാരണക്കാരന് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചേക്കണ കോടതികളാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സിസ്റ്റത്തെ നിങ്ങൾ അപ്പാടെ തള്ളേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിൽ കൂടുതലും ശരികളാണ്. ഈ സിസ്റ്റം തകർന്നാൽ ടോട്ടൽ അനാർക്കിയാണ്. തകരരുത് എന്ന് ചിന്തിക്കേണ്ടത് സിസ്റ്റത്തിലുള്ളവരുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും ഇതിന് ആവശ്യമില്ലാതെ വിമർശിക്കുന്നവരുടെയും കൂടി കടമയാണ്. അതിലേറ്റവും വലിയൊരു കുഴപ്പം, സിസ്റ്റം വിമർശിക്കപ്പെടുമ്പോൾ സിസ്റ്റത്തിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ കോടതിക്ക് നിങ്ങളോട് മറുപടി പറയാൻ പറ്റില്ല. ഭരണഘടന അനുശാസിക്കുന്ന ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ഒക്കെ സ്ട്രോങ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആവശ്യമില്ലാതെ കോടതിയെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾക്ക് പറയും. ഇപ്പം ഞങ്ങളുടെ കേരള ഹൈക്കോടതിയിൽ തന്നെ നല്ലൊരു ജഡ്ജ്, അത് റിട്ടയർഡ് ആകാൻ പോവുക, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വ്യക്തി ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് കണ്ടംപ്റ്റിലൊക്കെ ചെന്ന് കണ്ടംപ്റ്റിൽ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അവിടം വരെ എത്തിയിട്ടുണ്ട്. അതിനെ വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടാവാം. പക്ഷേ ഞങ്ങൾക്കറിയുന്ന ജഡ്ജാണ് വ്യക്തിപരമായിട്ട് തന്നെ. അതിൻ്റെ മറുവശങ്ങൾ അദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ടാർണിഷ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സിസ്റ്റത്തെയാണ്. അപ്പോൾ അതിൽ കുറച്ച് അച്ചടക്കം വരേണ്ട ആവശ്യമാണ്. പക്ഷേ എല്ലാ വിഭാഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ ഇല്ലാത്തവൻ്റെയും ഉള്ളവൻ്റെയൊക്കെ ഒരു അത്താണിയാണ് കോടതി, നോ ഡൗട്ട്. ഇപ്പം ഈ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശ്രീശാന്തിൻ്റെ ഒരു വിഷയം. അതിൽ ആരുടെ ഭാഗത്ത് ശരി? ഇതും വീണ്ടും കോടതിയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞാൻ ശരി തെറ്റുകൾ പറയാൻ പറ്റില്ലെങ്കിലും ഒരു വ്യക്തി എന്ന ലെവലിൽ ഒരു നിലയ്ക്ക് ഞാൻ അതിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഒരു വ്യക്തിക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏത് പ്രൈവറ്റ് ബോഡി ആണെങ്കിലും ഇനിയിപ്പോൾ അവർ പ്രൈവറ്റ് ആണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ പോലും അവരും ഗവേൺ ചെയ്യപ്പെടുന്ന റൂൾസ് ഉണ്ട്. പിന്നെ അതിലിപ്പോൾ ശ്രീശാന്തിൻ്റെ കേസിൽ സഞ്ജു സാംസനെ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും പുറത്താക്കിയതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. മീഡിയ വൺ എന്നൊരു ചാനലിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നുള്ളതാണ് ഇതിന് ആസ്പദമായ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റിനെ എനിക്ക് തോന്നിയേക്കുന്നത് മനുഷ്യൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു വിഷയമാണ്.
പക്ഷേ കോടതിയിലിരിക്കുന്നു, കോടതിയിൽ ഒരുപാട് ആ ഒരു ഹാർഡിൽസ് ഉണ്ട്. പക്ഷേ ഹി ഡിസേർവ് ജസ്റ്റിസ്. പിന്നെ അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളെ വേട്ടയാടുകയും അങ്ങനെ അദ്ദേഹം അങ്ങനെയായിരുന്നു എന്ന് പറയുകയും അദ്ദേഹത്തെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹം അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു നീതികേടാണെന്ന് വിശ്വസിക്കുന്നതിന്. എത്ര വലിയ പ്രസ്ഥാനമാണെങ്കിലും എത്ര വലിയ സിസ്റ്റമാണെങ്കിലും എല്ലാം റൂൾ ഓഫ് ലോയ്ക്ക് കീഴിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഇവിടെ റൂൾ ഓഫ് ലോ ഇല്ല, അത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതാണ് കോടതികൾ. അവിടെ കോടതികൾ നിർഭയം എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ കുറെ കൂടി സേഫസ്റ്റ് പ്ലേസ് ആവും. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ കോടതിയിൽ നിലവിൽ നിൽക്കുന്ന ഒരു കേസിനെ കുറിച്ച് മറ്റുള്ളവരാരിലും സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ല. പക്ഷേ ഞാൻ അതാ പറഞ്ഞു, ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു, അതിൻ്റെ സാധാരണക്കാരും അല്ലെങ്കിൽ ഇതുമായിട്ട് അറിയില്ലാത്തവരും ഇതിൽ അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻസ് കേട്ടാൽ ചിരിക്കും. ഒരാളെ ഒരു ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ ഒരു പ്രത്യേക രീതിയിലാണ് ഒരു മനുഷ്യൻ കണ്ടു. അദ്ദേഹം മെമ്പറാണ് അസോസിയേഷനിൽ, പക്ഷെ അതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കീഴിൽ തന്നെ പ്രൊട്ടക്റ്റഡായി വരേണ്ടതാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയും വിമർശനങ്ങളുള്ളതാണ്. ഇപ്പം എനിക്കെതിരെ ഇഷ്യൂ വന്നപ്പോൾ എത്രയോ കമൻസ് എനിക്ക് വായിച്ച് ചിരി വന്നു. ചില മാധ്യമ പ്രവർത്തകർ അതിൻ്റെ കീഴിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്ക് എഴുതാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്, എന്നെ അറിയുന്നവർക്ക്. ഇഷ്ടപ്പെടാമെന്ന് പറയുന്നത് വെറുതെ ഇഷ്ടം കൊണ്ടല്ല, എന്നെ അറിയുന്നവർക്ക്. പക്ഷേ അങ്ങനെയുള്ള ക്രിറ്റിസിസം അവരുടെ റൈറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അൺടിൽ ആൻഡ് അൺലെസ് ദാറ്റ് അഫക്ട്സ് മൈ പേഴ്സണൽ ആ ഒരു സ്പിയറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ അതിനെ ആങ്സൈറ്റിയിൽ കാണേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ കൺസ്ട്രക്റ്റീവായിട്ട് കാണേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ പ്രത്യേക ബെനഫിറ്റ് ഒന്നും ഈ ശ്രീശാന്തിന് കിട്ടാനില്ല. അതാണല്ലോ ഇപ്പോൾ അതിലുള്ള അദ്ദേഹത്തിനുള്ള അലിഗേഷൻസും കോടതിയിലുണ്ടല്ലോ, ബഹുമാനപ്പെട്ട കോടതിക്ക് നോക്കാം. അപ്പോൾ അതിൽ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ഇഷ്യൂ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ റൈറ്റ് ഓർ റോങ് എന്നല്ല, അതിലും ഒരു ജസ്റ്റിസ് ഉണ്ട്, വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന ഒരു കേസിന് ആസ്പദമായ വിഷയവും സബ്ജുഡീസാണ്. അതുകൊണ്ട് അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു റെസ്ട്രിക്ഷനുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില കേസുകളിൽ നമ്മൾ കക്ഷിയോടൊപ്പം സഞ്ചരിക്കും. അത് ആ കക്ഷിക്ക് ഒരുപാട് നീതി അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് അതിലെന്തെങ്കിലും ഷെയ്ക്കായി പോകുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് ഷെയ്ക്കായി പോണത്. കാരണം അതിൻ്റെ ശരികൾ ആർക്കും കണ്ടെത്താവുന്നതാണ്, ഒരു സാധാരണ ലേമാന് കണ്ടെത്താവുന്നതാണ്. പക്ഷേ സിസ്റ്റത്തിൽ വരുമ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് ജസ്റ്റിസ് മിക്സ്ഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ റൂൾ ഓഫ് ലോയിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ റൂൾ ഓഫ് ജസ്റ്റിസിൽ ആ ടെക്നിക്കാലിറ്റി ഇല്ല. അതിൽ നീതി കിട്ടേണ്ടത് വിഷമിക്കപ്പെട്ട അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനതിൽ എൻ്റേതായിട്ടുള്ള ശരികളെക്കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് അതിൽ സംസാരിക്കാനുണ്ട്. പക്ഷേ ഐ റെസ്ട്രിക്ട് മൈസെൽഫ്. അതുപോലെ മാമാങ്കം എന്ന് പറയുന്ന മൂവിയിലുണ്ടായിരുന്ന ഇതേപോലുള്ള മറ്റൊരു ഇഷ്യൂ ആണ് അതിലും സംഭവിച്ചത്. എനിക്ക് അവിടെ ഞാൻ പറയുന്നത് വീണ്ടും അവിടെ റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് ജസ്റ്റിസ് അതിൽ ഒരു മെർജ് ചെയ്തൊരു ഇഷ്യൂ കൂടിയത്. കാരണം മാമാങ്കം എന്നൊരു സിനിമയിൽ വേണു കുന്നുപ്പള്ളി എന്നൊരു പ്രൊഡ്യൂസർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരിലൊരാളാണ്. തന്നെ അടുത്ത് നിൽക്കുന്ന ആൻഡോ ജോസഫ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ആൻഡോ ജോസഫൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിലും ഇമോഷണലി പ്രാർത്ഥനയിലൊക്കെ കൂടെ നിന്നേക്കണാണ്. എനിക്ക് തോന്നി വേണു കുന്നുപ്പള്ളി എന്നൊരു വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വാക്കുകൾക്ക് അത്രയധികം വില കൽപ്പിക്കുന്ന കുറേ പേരിലൊരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഈ കഥ പറയാൻ ഒരു ഡയറക്ടർ വരികയും ഈ ഡയറക്ടർ പറയുന്ന കഥയിലും രീതിയിലൊക്കെ വിശ്വാസമുണ്ടായിട്ടാണല്ലോ ഇത്രയധികം ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു അത്. എനിക്ക് തോന്നുന്ന എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മോർ ദാൻ 30 crores ആയിരുന്നു, 30 കോടിക്ക് അപ്പുറത്തായിരുന്നു അത്. എല്ലാം അദ്ദേഹം ഒരു NRI ആണ്. അതേപോലെ തന്നെ എല്ലാത്തിനും കണക്കും കാര്യങ്ങളും വെച്ച് കൊണ്ടുപോകുന്ന ആളാണ്. വേറൊരു രീതിയിലും സിനിമയെ കാണാത്തൊരാളാണ്. പക്ഷേ ഈ പടത്തിലെ എഗ്രിമെൻ്റ് വെച്ചു. എഗ്രിമെൻ്റ് ഞാനാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. എഗ്രിമെൻ്റ് എല്ലാം വെച്ചു.
അപ്പോൾ അതിൽ പല ക്ലോസുകളുണ്ടായിരുന്നു. ഡയറക്ടർ എപ്പോൾ വേണമെങ്കിലും മാറ്റാമെന്നുള്ളതൊക്കെ ഒരു ക്ലോസ്. അപ്പോൾ വേണുചേട്ടൻ പോലും എന്നോട് അത് വേണോ എന്ന് അത്രയധികം സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പുള്ളി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ്. അപ്പോൾ അദ്ദേഹം ഐ തിങ്ക് ആക്ച്വലി ഹീ ജസ്റ്റ് ക്യാരിഡ് അവേ. ആദ്യത്തെ 2 ഷെഡ്യൂൾ കഴിയുമ്പോൾ ഏകദേശം മോർ ദാൻ 13 crores തീർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് ഇതിൽ അഭിനയിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഭയങ്കര നിരാശയായിട്ട് ഷോക്കായിട്ട് വന്ന് സംസാരിച്ചിട്ട് വേണുചേട്ടനോട് ഡയറക്ടർ മാറ്റണമെന്ന് പറയുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പേരിലാണോ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും അല്ല, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു വ്യക്തിയെ ഒരു വിധത്തിലും എനിക്ക് അതിൽ പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവിച്ചത് ഇതാണ്, പൈസ മുടക്കുന്നവന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ചേക്കുന്നത്. കാരണം അതാണല്ലോ നിങ്ങളുടെ കോൺസെപ്റ്റ്. ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് ഒരാൾ വേണമല്ലോ. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആശയങ്ങളെ എൻഡ് ഓഫ് ദ ഡേ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൈസ മാത്രമേ പോകുള്ളൂ. നിങ്ങളുടെ ആശയങ്ങൾ അപ്പോഴും നിൽക്കും. ആ ആശയങ്ങളെ ഒരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നവരെ ബഹുമാനിക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട സമൂഹമാണ് നമ്മൾ വേണ്ട കരുതൽ. അപ്പം നമ്മളൊരു വയാമീഡിയ ചർച്ച ചെയ്ത് നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വേറൊരു ഡയറക്ടറുടെ വെക്കം നിങ്ങൾ മാറ്റുന്നില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു സജഷൻ വെച്ച്, നിങ്ങൾ വേറെ പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസയിൽ 1 കോടി രൂപ കുറയ്ക്കാം, ഒരു ചാരിറ്റി പോലെ ആവട്ടെ, ബാക്കി തന്നാൽ മതി, പടം മുന്നോട്ട് കൊണ്ടുപോയിക്കോ. അത് സമ്മതിക്കില്ല. അങ്ങനെയാണ് ടെർമിനേഷൻ കൊടുക്കുന്നത്. ടെർമിനേഷൻ കൊടുത്ത് പിന്നെയും പടം മുന്നോട്ട് പോയി, ഒത്തിരി ബഡ്ജറ്റ് കൂടി. അപ്പോൾ അതിൻ്റെ റിയൽ എക്സാക്റ്റ് എമൗണ്ട് എനിക്ക് അറിയില്ലെങ്കിലും മോർ ദാൻ 35 crores. പടം ഇറങ്ങുന്നതിന് അപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഫ്രണ്ട് പേജിലൊക്കെ പരസ്യം വന്നു. അത് നാളെയാണ് മൂവി ഇറങ്ങുന്നതെങ്കിൽ ഇന്നുച്ചയ്ക്കാണ് ഹൈക്കോടതിയുടെ ഓർഡർ വരുന്ന ക്ലിയറൻസ്. അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച, ആ പ്രൊഡ്യൂസർ അനുഭവിച്ചേക്കണ സ്ട്രെസ്, അവിടെയും നമുക്ക് വീണ്ടും ഒരു ഉത്തരം വരുന്നുണ്ട്. അവിടെ റൂൾ ഓഫ് ജസ്റ്റിസ് ഉണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കഥ അവിടെ തീരാം ചിലപ്പോൾ സിനിമയുടെ. അതിനുശേഷം എത്രയോ നല്ല പടങ്ങൾ ഇറക്കി അദ്ദേഹം. രേഖാചിത്രം വന്നു, 2018 വന്നു, അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നു അദ്ദേഹത്തിന്. അപ്പം ഞാൻ പറയുന്നത് പല ഇൻസിഡൻസിലും അതെല്ലാം ഒരു ചില സമയത്ത് മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെ വിചാരണ ചെയ്യുമ്പോഴും നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴും അങ്ങനെയല്ല എന്ന് വിശ്വസിക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ തിരിച്ച് അതേ ഇമ്പോർട്ടൻസിൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ഏറ്റവും വികാരം കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഹേമ കമ്മിറ്റിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്, എന്താണ് ഇപ്പോൾ ശരിക്കും സംഭവിക്കുക, എന്താണ് അതിൻ്റെ ഒരു... ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് ഒരു കക്ഷി പ്രൊഡ്യൂസർ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പെറ്റീഷണറായിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. കേസ് വന്നത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു, ഇങ്ങനെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഓർഡർ ഇറക്കി. അപ്പോൾ ആ ഓർഡറിനെ ചോദ്യം ചെയ്തിട്ടാണ് കേസ് വരുന്നത്. അപ്പോൾ നമ്മളതിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ റൈറ്റ് ടു പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. കാരണം ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പല വ്യക്തികളും ഇതൊരു സ്റ്റഡി മെറ്റീരിയലാണെന്ന് വിശ്വാസത്താലേ കൊടുത്തതാണെന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം നമ്മൾ എൻറ്റയർ ഇൻഫോർമേഷൻസ് കൊടുത്ത് അതൊരു ചർച്ചയായി മറ്റുള്ളവൻ്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് ഫയൽ ചെയ്യപ്പെട്ടത്. കാരണം അതിൽ ശരിതെറ്റുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല. ഒരാളുടെ ഒരു വശം മാത്രം അതിൽ രേഖപ്പെടുത്തിയേക്കുന്നത്. അതിൻ്റെ ശരി എന്താണെന്നോ തെറ്റാണെന്നോ ആർക്കും അറിയില്ല. മാത്രമല്ല, ഈ കൊടുത്തു എന്ന് പറയുന്നവരും ഒരു കേസിന് വേണ്ടി കൊടുത്താണെന്ന് ആരും പറയുന്നില്ല. അപ്പം നമ്മളതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അത് സിംഗിൾ ബെഞ്ചിൽ ആദ്യം ഇത് പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് സ്റ്റേ വന്നു. പിന്നെ ഫൈനൽ ഹിയറിങ്ങിൽ ഈ സജിമോൻ പാറയിൽ എന്ന വ്യക്തിക്കെതിരെ അതിൽ സ്റ്റേറ്റ്മെൻറ്റുകളില്ല എന്നുള്ളത് എന്നേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിന് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നുവെച്ചാൽ അത് ഫയൽ ചെയ്യാനായിട്ട് അഗ്രീവ്ഡ് പാർട്ടിയല്ല, ഒരു പ്രൈവറ്റ് നേച്ചർ അതിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞ് അത് തള്ളി. അപ്പോൾ ആ വ്യക്തി അതുമായിട്ടൊരു ബന്ധമില്ലേ? ഇപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസറാണ്. നമുക്കറിയില്ല ആരുടെ പേരുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹവും അഗ്രീവ്ഡ് പാർട്ടിയാണ്. അതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹവും അഗ്രീവ്ഡ് പാർട്ടിയാണ്. അപ്പോൾ ആ കേസിൽ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വരികയും ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ പല കാരണം കൊണ്ട് സബ്ജുഡീസാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അതിലൊരു ഇൻറ്ററിം ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിനെ നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. കാരണം വെച്ചാൽ അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ളൊരു ഓർഡറിനെയാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കമ്പൽ ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ കാര്യം ഉണ്ടായിരുന്നത്. കാരണം ചില അവരുടെ പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ കമ്പൽ ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതിയെ നമ്മൾ അഭിമുഖീകരിക്കുകയും അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ വിധിന്യായങ്ങൾക്കൊക്കെ അപ്പുറത്ത് പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് കൊടുത്തു എന്ന് പറയപ്പെടുന്നവരെ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കമ്പൽ ചെയ്യാനൊന്നും പറ്റില്ലാത്തതുകൊണ്ടും പിന്നത്തെ അന്വേഷണങ്ങളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കേസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾ നേരിട്ട് വന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ക്രൈം മുന്നോട്ട് പോയി അതിൽ ശരിയുണ്ടെങ്കിൽ കണ്ടെത്താം. അതാണ് നമ്മളും പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൽ അന്വേഷണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ കേസുകളും റഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രധാന കാര്യം ഒരു റിപ്പോർട്ട്, സ്റ്റഡി മെറ്റീരിയൽ, അതിൽ പല പേഴ്സണൽ വ്യക്തികളെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുമുള്ള റിപ്പോർട്ടിൻ്റെ അതുൾപ്പെടുന്ന ഭാഗം പൊതുജന സമക്ഷത്ത് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണോ, ഇതാണല്ലോ എൻ്റെ ഇൻഡയറക്റ്റ് എഫക്റ്റ്. അപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ച് അതിൽ മാറ്റി നിർത്തേണ്ട സാധനങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ, മാറ്റി നിർത്താതെയാണോ ഇത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് ഫുൾ റിപ്പോർട്ടും കൊടുക്കണം എന്ന് പറഞ്ഞു വന്നവരുണ്ട്. പക്ഷെ അവരാരും ചിന്തിക്കാത്തൊരു കാര്യം, ഇത് കൊടുത്തവരാണ് പറയണ്ടേ. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നവർ പറയാണ് ഇത് നിങ്ങൾ കൊടുത്തു. ആക്ട് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യം ഒരു വ്യക്തി അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ മറ്റുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയായിരിക്കാം നമ്മൾ അതിൽ ശരി പറയുന്നത്. പക്ഷെ പല കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പല കാര്യങ്ങളും നാളെ ഭാവിയിൽ അത് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടാതെ പോകും. അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് പോകുന്നു, ആ കംപ്ലയിൻറ്റിൽ നിങ്ങൾക്ക് കേസെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പരാതികളില്ലാത്തതിനെ പരാതികളുണ്ട് എന്ന് കമ്പൽ ചെയ്യപ്പെടാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ അതിൽ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളിലും ഒരുപാട് ന്യൂസ് വാല്യൂ കൊണ്ട് വന്നിട്ട് ഹൈപ്പ് കൊടുത്ത ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ഇതിൽ ശരിയും തെറ്റും നമുക്ക് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് പോകുന്നതല്ല. പക്ഷേ ചില കാര്യങ്ങൾ മാനസികമായി വിഷമിപ്പിക്കുക, ചില ശരികളും തെറ്റുകളും നമ്മൾ ബാധിച്ചു വരുമ്പോൾ അതിൽ ശരി മറ്റൊരു സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കതൊരു ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലോട്ടായിരിക്കാം അത് വന്നത്. അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും? അല്ല, അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ആസ് എ ലോയർ ഞങ്ങളൊരാളുടെ വക്കാലത്തെടുത്താൽ ഞങ്ങൾ ആ വ്യക്തിയെ ഡിഫെൻഡ് ചെയ്യണം. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ ആളൊരു മരിച്ചുപോയൊരു അഭിഭാഷകനാണ്. ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പുള്ളിയോട് വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു അസോസിയേഷൻ്റെ ഭാരവാഹി എന്നല്ലെങ്കിലും ലോയേഴ്സിൻ്റെ മൊത്തത്തിലൊരു ഫ്രറ്റേണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ വളരെയധികം ആത്മാഭിമാനമുള്ള ഒരാളെന്ന നിലയ്ക്കും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികളോട് എതിർപ്പുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹം ഒരു കക്ഷിയുടെ വക്കാലത്ത് ഒപ്പിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത് കറക്റ്റാണ്, അത് കക്ഷിക്ക് വേണ്ടി. അത് സമൂഹം മനസ്സിലാക്കണം. പക്ഷേ അത് എടുക്കണോ വേണ്ടേ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു വിവേചന അധികാരമായിരിക്കാം. അങ്ങനെ എനിക്ക് റിഗ്രറ്റ് തോന്നിയേക്കണ ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, തർക്കമില്ല. ഇപ്പം ഞാൻ ഒരു പോക്സോ കേസിൽ ട്രയൽ ഞാൻ നടത്തിയിട്ടുണ്ട്. വളരെ എക്സ്റ്റെൻസീവ്ലി നടത്തിയേക്കണ്ട. അപ്പോൾ അതിൽ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ വീഡിയോയിൽ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഇതിലൊരു കേസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അതിനെ കേന്ദ്രീകരിച്ച മറ്റ് ഡീറ്റെയിൽസ് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ആ വീഡിയോയിൽ ഈ പറയുന്ന ആരുടെയും മുഖമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണണം എന്നുള്ളത് ട്രയലിന് മുമ്പ് എൻ്റെ ഒരു ആവശ്യമായി വന്നപ്പോൾ ഞാൻ കോടതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡിനൊക്കെ പുറത്ത് അത് നോക്കാൻ തോന്നിയിട്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ കഴിഞ്ഞാൽ അത് എൻ്റെ കക്ഷിയെ അഫക്റ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ട്രയലെല്ലാം കഴിഞ്ഞപ്പോൾ അതിൽ ടെക്നിക്കലി അതാണ് എന്നിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളൊരു തെളിവുകൾ അതിൽ മാത്രം കാണുന്നില്ല. അത് പിന്നെ എനിക്ക് എൻ്റെ അസോസിയേറ്റ്സ് എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് വേണ്ട. അപ്പോൾ അതിൻ്റെ ശരിയോ തെറ്റോ എന്നതിനേക്കാൾ പുറത്ത് ചില കേസുകൾ നമ്മളെ വിഷമിപ്പിക്കും മാനസികമായിട്ട്.
കുറച്ചും കൂടി അവർക്ക് നീതി കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ, കോടതി മുറികളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്തുകൊണ്ടത് ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ പല ഇപ്പം ഈ നമ്മൾ പറയുമ്പോൾ ഇത് കേൾക്കുന്നവരും മനുഷ്യരാണ്. അതിനു മുമ്പ് പലരും അഭിഭാഷകരായിരുന്നു. അവരുടെ ജീവിതങ്ങളും കണ്ടു വളർന്നേക്കണവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അപ്പം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു കോടതിയായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇറങ്ങി വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി അത് നമുക്ക് അവർക്ക് എഫക്റ്റീവ് ആവണമായിരുന്നു തോന്നാറുണ്ട്. ചിലപ്പോൾ ഡിലേ ആയി പോകാറുണ്ട് ചില നീതികൾ. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് നടത്തുന്നുണ്ട്. അതൊരു അമ്മയും ഇനി അവശേഷിക്കുന്നത് അതിൽ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അവൻ എനിക്കിപ്പോൾ ഒരു സുഹൃത്തിനെ പോലെയാണ്. എന്നെ ഒരുമാതിരി അല്ല, എവ്രി ഡേ മോർണിംഗ് എൻ്റെ വാട്സാപ്പിലെ ആദ്യത്തെ മെസ്സേജുകളൊന്നും അവൻ്റെയാണ്. അവൻ ഒരുപാട് സിനിമാക്കാരെ ഇഷ്ടവും, ആരിലൊക്കെ വരാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറയും, വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോകും. അതൊരു ഭയങ്കര പെക്യുലർ കേസ്. ഇന്നും അവർക്ക് നീതി കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അത് ഡിലേഡ് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും സിസ്റ്റത്തിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇല്ല എപ്പോഴും നിലനിൽക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഞാൻ അതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ ഒരു റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരിയാണ്. അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി. ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഇവരൊരു ഫാമിലി പെട്ടെന്ന് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരാം. നമുക്കൊരു സിനിമയിൽ അതുകൊണ്ട് ഞാൻ പറയാം, ചില കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ജീവിതം ഇങ്ങനെയുമുണ്ട്. അതുവരെ നമുക്ക് ആ ഒരു ഫീല് വരില്ല. നമുക്കെപ്പോഴും നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേൾഡ് ഈസ് സോ യുണീക്ക്. ഇത്ര കോടിക്കണക്കിന് മനുഷ്യരുള്ള ലോകത്ത് ഒരുപാട് കോടിക്കണക്കിന് കഥകൾ ഇനിയും പറയപ്പെടാനും അറിയപ്പെടാനും ഉണ്ട്. അപ്പം ഇതിൽ പെട്ടെന്നൊരു ഫാമിലി വന്നു. ഈ ഫാമിലി പറയണത് ഇവരോട് നിങ്ങൾക്ക് എന്തോ ദേവീ കോപം അല്ലെങ്കിൽ എന്തോ ഒരു കോപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ലേഡി എൻ്റെ ഓഫീസിൽ വന്നാൽ ഷീ സ്പീക്സ് വെരി വെൽ. അപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇവരാണ്ട് അടുത്തു. ഓരോരോ ഇഷ്യൂസ് പറഞ്ഞ് ഇവർ പറയുന്ന ബ്ലാക്ക് മാജിക്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, എനിക്കും വിശ്വാസമില്ല. ഞാൻ ചിരിച്ചു അവർ പറഞ്ഞപ്പോൾ. അവരുടെ കണ്ണിൽ നിന്ന് പറയുമ്പോൾ വെള്ളം ഇറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവരത് പറഞ്ഞു തീർക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ പറഞ്ഞ് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഫാമിലി ഓൾമോസ്റ്റ് ബാങ്കിലൂടെ മാത്രം ഇവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉൾപ്പെടെ മോർ ദാൻ 1,17,00,000 ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും തിരിച്ചു വന്നായിട്ട് ഒരു കണക്കില്ല. അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഇവർക്കൊരു മകനും ഈ സ്പെഷ്യലി ഏബിൾഡ് മോനുമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു ദുരൂഹ സാഹചര്യത്തിൽ ഈ മകനും ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ ഈ മകൻ ഈ കുടുംബക്കാരെ എപ്പോഴും ഒപ്പോസ് ചെയ്യായിരുന്നു. അമ്മ ഇവരെ വിശ്വസിക്കായിരുന്നു പറഞ്ഞുകൊണ്ട് അയാളും അവരും മരിച്ചു. എത്ര പ്രായമുള്ളത്? ഹി മസ്റ്റ് ബി ബിലോ 30, 25-24 കണ്ട മരിക്കുന്നു തോന്നുന്നു. അതിനുശേഷം അവരുടെയും എന്തോ ഈ ഇൻഷുറൻസ് തുക അതിലെന്തൊക്കെയോ കുറച്ച് പൈസ അതൊക്കെ എല്ലാം കൂട്ടി ഇവർ പറയുന്നത് ഇനി ഇവർക്ക് കൊടുക്കരുതെന്ന് തോന്നിയാലും ഇവർക്ക് അറിയാണ്ട് കൊടുത്തു പോകുന്നു. അപ്പോൾ എനിക്കും മനസ്സിലാവുന്നില്ല അതെന്താണ് എൻ്റെ ഇത്. പക്ഷെ ബാങ്ക് ട്രാൻസ്ഫറാണ്. ക്രിമിനൽ കേസുണ്ട്, സിവിൽ കേസുണ്ട്, എങ്ങനെ എത്തിയിട്ടില്ല. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അവർ വരും എൻ്റെ മുന്നിൽ. ഒരിക്കൽ പോലും എന്നോട് പരാതി പറഞ്ഞില്ല. എൻ്റെ ഇഷ്യൂ നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ. അതാ പറഞ്ഞു ഈ പ്രൊഫഷനുള്ള വേറൊരു ഗുണം അത്. ഇപ്പം എൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡ്യൂസറുടെ ഒരു വിഷയമാണ് ഇതിൽ കൊണ്ടുവന്നിരുന്നത്, ഒരു പ്രൊഡ്യൂസറുടെ കേസുമായി ബന്ധപ്പെട്ട. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തോന്നിപ്പോയതാണ്. ഇത് നടക്കുന്ന സമയം ഒരു കൊറോണ വൈറസിൻ്റെ സമയം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. കോടതിയിൽ പോവാതെ ഓഫീസുകളിൽ ഇരുന്നാണ് നമ്മൾ കേസ് പറയുന്നത്. എൻ്റെ അലിഗേഷനുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം ഒളിവിലാണല്ലോ, കാരണം ജാമ്യം അപേക്ഷിച്ചേക്കുക. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, ചേച്ചി ഈ കേസ് ഞാൻ ആർഗ്യൂ ചെയ്യുമ്പോൾ പുറത്ത് എൻ്റെ ഓഫീസിൻ്റെ പുറത്ത് സെറ്റിലിരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ സ്വാധീനിക്കപ്പെട്ടൊരു കേസാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നാൽ മതിയല്ലോ, എല്ലാം നടക്കുമല്ലോ.
ഞാൻ അങ്ങനെ പറഞ്ഞതാണെങ്കിൽ പോലും ജീവിതത്തിൽ എനിക്ക് അങ്ങനെ പറയണം എന്ന് തോന്നുകയോ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്ര ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അതിലിപ്പോൾ ആളുകളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ കക്ഷികൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞതിനും ചെയ്തതിനും മാത്രം ഞാൻ ഉത്തരവാദിയുള്ളൂ. മറ്റുള്ളവരെൻ്റെ ചെയ്തിയെയും വാക്കിനെയും എങ്ങനെ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലില്ല. പക്ഷേ അവർ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞ് എൻ്റെ ഇലക്ഷൻ്റെ സമയത്താണ് ഇങ്ങനൊരു ഇഷ്യൂ കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഇഷ്യൂ കൊണ്ടുവരുമ്പോഴും ഇവർ 2 ദിവസമെങ്കിലും കൂടുമ്പോൾ എൻ്റെ വീട്ടിലല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും ഈ ചേച്ചി, പ്രാർത്ഥനയോടുകൂടി. അവർ പറയുന്നത് അവർ പോകാത്ത പള്ളികളില്ല എന്ന് പറയും. അങ്ങനെ അമ്പലങ്ങളിൽ പോയവരുണ്ട് ഒരുപാട് എനിക്ക് വേണ്ടി, പള്ളികളിൽ പോയിട്ടുണ്ട്, എന്നെ അമ്പലങ്ങളിൽ കൊണ്ടുപോയവരുണ്ട്. അതിനെയും ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ചെറിയ വിഭാഗമുണ്ട്, അത് വേറെ. പക്ഷേ ഞാൻ പറഞ്ഞ ഈ പ്രൊഫഷൻ്റെ വേറെ സ്ട്രെങ്ത് പറയണേ. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയുന്നത് ഈ സ്ത്രീയും അമ്മയും ഇന്നും നീതി വൈകുന്ന കുറേ മനുഷ്യരുടെ പ്രതിനിധികളാണെന്ന് വിശ്വസിക്കണം ഞാൻ. ഇനി ചിലപ്പോൾ അടുത്ത ആഴ്ച അവർ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് കുറച്ചും കൂടി ഒരു സ്പീഡി ഡെലിവറി സിസ്റ്റം വന്നാൽ കാലം മാറും, ഇനിയും ഒരുപാട് പ്രവാദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ചർച്ചകളിലൂടെയും ചിലപ്പോൾ ഒരുപാട് ചിന്തകളിലൂടെയും ചിലപ്പോൾ മാറ്റങ്ങൾ സിസ്റ്റത്തിലും വരും. മറ്റൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു, ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ചില കേസുകൾ നടത്തുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരു വശമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു വശമുണ്ടെന്ന് എനിക്ക് തോന്നാൻ പ്രധാന കാരണം ഒരുപാട് ഞാൻ നടത്തിയ കേസുകളിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്. ഹൈക്കോടതിയിൽ ഞാൻ ഒരു ബെയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ഒരു മർഡർ കേസിൻ്റെ. ആ മർഡർ കേസിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പാലക്കാടാന്ന് തോന്നുന്നു, പാലക്കാടുള്ള ഒരു അച്ഛൻ മകളെ വെട്ടിക്കൊന്നു. അപ്പോൾ ഏറ്റവും നീചമായ അച്ഛൻ എന്നാണ് അത് വായിക്കുന്നവന് തോന്നാവുന്നൊരു ഇഷ്യൂ. എനിക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ചില കേസുകൾ നമുക്ക് മറ്റുള്ളവർ ശരിയല്ല എന്ന് തോന്നുന്ന കേസ് ശരിയാണെന്ന് വിശ്വസിച്ച് നടത്തുന്ന ഒരുപാട് കേസുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കേസ് എടുക്കുമ്പോൾ റിട്ടയർ ആയപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡത്തിൻ്റെ വൺ ഓഫ് ദ ബോൾഡ് ജഡ്ജസ്, എനിക്ക് എപ്പോഴും ഭയങ്കര ബഹുമാനമുള്ളൊരു ജഡ്ജാണ് ഞാൻ. അദ്ദേഹം ആ കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ തുടങ്ങിയത് തന്നെ ഇങ്ങനെ, നോർമലി ഐ നോ ദാറ്റ് ദിസ് കോർട്ട് വോണ്ട് ഇൻ്റർഫിയർ ഇൻ എ കേസ് ദാറ്റ് അട്രാക്ട് സെക്ഷൻ 302. പക്ഷെ ചില കേസുകളുടെ പെക്യൂലിയർ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ് ഐ മേ ബി പെർമിറ്റഡ് ടു കംപ്ലീറ്റ് മൈ സബ്മിഷൻസ്. കാരണം വെരി ബോൾഡ് ജഡ്ജാണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ജഡ്ജാണ്. അപ്പോൾ അവർ അങ്ങനെ തന്നെ കേൾക്കുന്നത്. ഇതിൽ ഇൻസിഡൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ ഒരു പൂജാരി, അമ്പലത്തിൽ ഒരു പയസ് മാൻ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അതുകൂടാതെ ചെറിയ എന്തോ ഒരു ജോലിയുമുണ്ട്. ഈ മകൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മകള് അച്ഛനുമായിട്ട് ഇടയ്ക്ക് അതിനെ ചൊല്ലി കുറച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് കോളേജിലൊരു പിക്നിക്കിന് പോകുന്നു എന്ന് പറഞ്ഞ് മകൾ പേര് കൊടുത്തു എന്ന് പറഞ്ഞു. അച്ഛന് ഈ ഒരു വിഷയവുമായിട്ട് സംശയമുള്ളതുകൊണ്ട് അച്ഛൻ കോളേജിൽ പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെ പേര് കൊടുത്തിട്ടില്ല. ഈ പിക്നിക്കിൻ്റെ ഡേയിൽ അപ്പം അച്ഛൻ്റെ മനസ്സിൽ ഇവർ വേറെ ആരോ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ് സംശയം. അച്ഛൻ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ വാക്കിറക്കുണ്ട്. പെട്ടെന്ന് ഈ കുട്ടി എന്തോ ഒന്ന് പിടിവിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു റിഫ്ലക്സിൽ അച്ഛൻ്റെ കൺട്രോൾ പോയിട്ടുണ്ട്. ദാറ്റ്സ് എ റിഫ്ലക്സ് ആക്ഷൻ. ഇവരുടെ വോഷനനുസരിച്ച് അപ്പോൾ പുള്ളി അടുക്കളയിൽ പോയി പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പുള്ളി വെട്ടി, കുട്ടി മരിച്ചുപോയി. പക്ഷെ അത് കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോയി ചെയ്ത് സറണ്ടറായി. അപ്പോൾ അതിനൊരു റിഫ്ലക്സ് ആക്ഷൻ. ഞാൻ അതിന് ന്യായീകരിക്കുന്നില്ല, തെറ്റെപ്പോഴും തെറ്റാ, അതിനെ അർഹമായിട്ടുള്ള രീതിയിൽ തന്നെ പോകണം. പക്ഷേ ഒരു ജാമ്യം അപേക്ഷിക്കുമ്പോൾ ഒരു ഡിസ്ക്രിഷൻ കോടതിയുടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, കോടതിയുടെ മുന്നിൽ നമ്മൾ അതിനെ പ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരാവുന്നൊരു കാര്യമായിരുന്നു അത്. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കോടതി, പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. ഞാൻ ഐ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. അതിനുശേഷമാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്, ജാമ്യം തന്നിട്ട് ഒരുപാട് കണ്ടീഷൻസിലൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലെ 2 വശങ്ങളുണ്ട്. ഒരു ധാർമ്മിക വശമുണ്ട്, ഒരു നിയമവശമുണ്ട്. നിയമപരമായിട്ട് അവർ ചെയ്ത് തെറ്റാണ്, ഒരു ന്യായീകരണമില്ല. പക്ഷെ അതിൽ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എവിടെയോ പറ്റിയ റിഫ്ലക്സ്, ഒരു ഇത്, ദാറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ്, അതും ശരി. പക്ഷേ നമ്മൾ കാണേണ്ട ഒരുപാട് കാണാത്ത കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറിപ്പോകാം. അപ്പോൾ അതിൻ്റെ ഒരുപാട് യുണീക്കായിട്ടുള്ള ഇൻസിഡൻസിൻ്റെ ഒരു ഭണ്ഡാരങ്ങളാണ് നല്ല ലോയേഴ്സ്.
അത് ക്യാരി ചെയ്യുന്നവരാണ്. പിന്നെ പല കാര്യങ്ങളും അവരോടൊപ്പം തന്നെ മണ്ണിലലിഞ്ഞു പോകും. അതുപോലെ തന്നെ ചില കേസുകളിൽ എനിക്ക് ഇങ്ങനെ ആ വ്യക്തിക്ക് നീതി അർഹിക്കുന്നു എന്ന് തോന്നുമ്പോഴും അത് ചിലപ്പോൾ ഇച്ചിരി ഡിലേഡായിപ്പോൾ ഇച്ചിരിയല്ല ഇത്തിരി പുള്ളി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിലൊരു കേസിലൊരു വ്യക്തിയെ റേപ്പിൽ പ്രതിയാക്കിയിട്ട് എൻ്റെ കേസ് ഞാൻ അത് നടത്താനിടയുണ്ട്. അതിൽ ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന പ്രതിക്കെതിരെ ഇവർ കൊടുത്ത തീയതി തെറ്റ്, സ്ഥലം തെറ്റ്, പക്ഷെ ഓരോ പ്രാവശ്യവും അവർ തെറ്റാണെന്ന് തെളിവ് കൊണ്ടുവരുമ്പോൾ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തെളിവ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴും നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ രീതി അനുസരിച്ച് അതിലെ ശരി കണ്ടെത്താൻ കുറച്ചുകൂടി റിസ്ക് ഉള്ളത് കൊണ്ടും അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ബാധിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ടും ഇപ്പോഴും ആ മനുഷ്യൻ റിസീവിങ് എൻഡില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം ധൈര്യപൂർവ്വം നിയമത്തെ വ്യാഖ്യാനിക്കുന്ന കോടതികളുള്ള രാജ്യമാണ് നമ്മുടെ. അപ്പോൾ ചില കോടതികൾ അല്ലെങ്കിൽ ചില ശക്തമായ നിലപാടെടുക്കുന്നവർക്ക് അത് ഏത് രീതിയിലായിരുന്നു ആ ഒരു ഇത് പോയത്? റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയുന്നു. അതാണ് ഇൻസിഡൻ്റ് ആണല്ലോ. എപ്പോഴും നമ്മൾ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന കേസിലൊന്നും തീയതിയൊന്നും മാറിപ്പോവില്ല. കാരണം അത് ശരിക്കും സംഭവിച്ചതാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളെയാണ്. കാരണം ജീവിതത്തിലൊരു ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ഇൻസിഡൻറ്റിന് അത്രയും വേദനയോട് കാണുന്ന ഒരു സ്ത്രീ സമൂഹമുള്ള നാട് നമ്മുടെ. അപ്പോൾ അങ്ങനെ ശരിക്കുമുള്ളൊരു ഇൻസിഡൻറ്റിനെ അങ്ങനെ പറയുമ്പോൾ ആ തീയതി കാര്യങ്ങളൊന്നും മാറിപ്പോവില്ല. ഇതിൽ തീയതിയും തെറ്റായിരുന്നു. അന്ന് ഈ പറയുന്ന ആൾ രാജ്യത്ത് പോലും ഇല്ല. അപ്പോൾ അതിന് തെളിവ് കൊണ്ടുവന്നപ്പോൾ അടുത്ത തീയതി കൊണ്ടുവന്നു. അപ്പോഴും ഇദ്ദേഹത്തിനോട് പറയണ എന്താ, സിസ്റ്റം പറയണ എന്താ, യു ആർ അലിഗേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ്. അതിനുശേഷം ആ ഡേറ്റും ശരിയില്ല. അപ്പോൾ അടുത്ത ഡേറ്റ് കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടി, അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെങ്ങനെയാണ് നമുക്ക് ഒരു റേപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റുക? അതിൽ ഇവരുടെ ചാറ്റുകൾ ഒരുപാടുണ്ട്, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവർ നീതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ എത്രയോ കടമ്പ കടക്കണം. അങ്ങനെയുള്ള വ്യക്തികളും ഇൻസിഡൻറ്റുകളും കുറേ കൂടി കാര്യമായിട്ട് നമ്മുടെ സിസ്റ്റം ചർച്ച ചെയ്യണം. ഇപ്പം ഞാൻ വേറൊരു മാറ്റർ തൃശ്ശൂർ ചെയ്തത്, അതിലും ഒരു റേപ്പ് കേസാണ് ഈ പറയുന്ന പ്രതിക്കെതിരെ ചെയ്തത്. അത് അദ്ദേഹം സമൂഹത്തിൽ വളരെ അധികം ഒരു പൊസിഷൻ വഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വൺ ഓഫ് ദ ഒരു ടോപ്പ് ബിസിനസ് മാനിലെ ഒരാളായിരുന്നു. പക്ഷെ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുടെ മൊഴികളിൽ തന്നെ പറയുന്ന വെച്ചാൽ ഇദ്ദേഹം പോകുന്നു, വീണ്ടും മെസ്സേജ് കൊടുക്കുന്നു, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും വളരെ ഹാപ്പി ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇവർക്ക് തോന്നുന്നു ഇങ്ങനൊരു കേസ്. പക്ഷെ ആ കേസ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ഒരു 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 ലിമിറ്റേഷൻ. കാരണം അലിഗേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ്. അതിൻ്റെ സത്യം കണ്ടെത്തണമെങ്കിൽ ആ പ്രോസസ്സിലൂടെ ഇയാളെ കടത്തി വരണം. അത് എത്ര പെയിൻഫുള്ളാണ്. അതുപോലെയുള്ള ഇൻസിഡൻസും കേസുകളും കൂടി വരാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റീവ്നെസ്സിന് ആക്കിയെടുക്കാനായിട്ട് നിയമങ്ങൾ കുറേ കൂടിയും എഫക്റ്റീവ് ആവണം. നമ്മുടെ ഭരണഘടനയിലും പാർലമെൻറ്റിലും അതിനനുസരിച്ചുള്ള ഭരണഘടനയെക്കുറിച്ചും പാർലമെൻറ്റിലും അതിനെക്കുറിച്ചുള്ള നല്ല ചർച്ചകൾ നടക്കണം. അപ്പോൾ സമൂഹം കുറച്ചുകൂടി ഇവോൾവിങ്ങോ. രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ചെയ്യാത്തവന് ഒരു ഓണററി എക്സിറ്റ് ഉണ്ടാവണം. അവനെതിരെ അല്ലെങ്കിൽ അവൾക്കെതിരെ ഒരു പരാതി കള്ളപ്പരാതിയാണെന്ന് കാണുമ്പോൾ ആ പരാതി കൊടുത്തവർക്കെതിരെ എഫക്റ്റീവായിട്ട്, സിസ്റ്റത്തിലിപ്പോൾ അതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട്, അപ്പോൾ ശരിക്കുമുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ സിസ്റ്റത്തിൻ്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുള്ളൂ. ആ ഒരു പേടി നിലവിലുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള നിയമങ്ങൾ പലതും പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ എഴുതി വെച്ചിട്ടുള്ള പല നിയമങ്ങളും ഇപ്പോഴും ഉണ്ട്. സൈബർ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു സാധനം മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ നിയമസംഹിതയിൽ ഇപ്പം നമ്മളുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും നമ്മുടെ പീനൽ കോഡൊക്കെ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായി. അതിലൊരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. ഇപ്പോൾ അമിതമായിട്ട് പോലീസിന് എന്തെങ്കിലും ഒരു പവർ കൊടുക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം.
അവിടെ. അൾട്ടിമേറ്റ്ലി അതിലൊരു നീതി കിട്ടാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ റീറൈറ്റ് ചെയ്യപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ ഒരു ലോ സ്റ്റുഡൻറ്റിനെ പോലെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു, ഒന്ന്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന ലെവലിൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ കോൺസെപ്റ്റിന് കുറച്ചും കൂടിയും എഫക്റ്റീവ്നെസ് വരണം. ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ എന്തെങ്കിലും ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് നിങ്ങളെ എഫക്റ്റീവായി കേൾക്കണം. അതിപ്പോൾ ഓൾറെഡി ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. പക്ഷെ അതിന് നിയമപരമായ ഒരു കവചം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടും. നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വിചാരണ നേരിടുന്നതിൽ അർത്ഥമില്ല. അതിൽ നിങ്ങൾക്കൊരു സ്റ്റിഗ്മയുണ്ട്. അതൊരു ഇററിപ്പയറബിൾ ഇഞ്ചുറിയാണ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്നെ ആരാ കേട്ടേക്കണേ എനിക്കെതിരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്? അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഓൾറെഡി എ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ. ഒരുപാട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒരുപാട് നല്ല ജഡ്ജ്മെൻറ്റ് വിധിന്യായങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിനെ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് റൂളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടില്ല. അപ്പോൾ അതെനിക്ക് അതിലൊരു നിയമം വളരെ എഫക്റ്റീവ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും വളർന്നു വരുന്ന പുതിയ തലമുറയിൽ ഒരുപാട് പേര് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? എന്നോട് ആര് ചോദിച്ചാലും, ഇതിപ്പോൾ ഒരു ആക്സിഡൻ്റലിയാണ് ഞാൻ ഒരു ലോയറായത്. ഞാനൊരു പർപ്പസ്ഫുൾ ലോയറല്ല, ബട്ട് ആക്സിഡൻ്റലിയാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ സിരകളിലൂടെ ഓടുന്നത് ഒരു അഭിഭാഷകൻ എന്നുള്ളൊരു പ്രൗഡാണ്. അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഐ ജസ്റ്റ് ആക്ച്വലി എൻജോയ് ദറ്റ് സ്റ്റാറ്റസ്. അതുകൊണ്ട് തന്നെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഏറ്റവും നല്ല പ്രൊഫഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് പറയുക ലോയാണ്, രണ്ടാമതായിട്ട് പറയുക ലോയാണ്, മൂന്നാമതായിട്ട് പറയുക ലോയാണ്, ബാക്കിയല്ല അതിന് ശേഷം. പക്ഷേ ഇതിലാകെ ഒറ്റ കണ്ടീഷനുണ്ട്. കാരണം ഇതൊരു ഈസി എൻട്രി അല്ല. ഇതിൽ ഹാർഡ് വർക്ക്, ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. പിന്നെ പരീക്ഷണങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ കഴിവുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആവും. മറ്റ് പ്രൊഫഷനെ പോലെയല്ല. കാരണം നിങ്ങളൊരു എന്നും കാണുന്ന കുറേ പേരുടെ ഇടയിലാണ് നിങ്ങൾ. അതിൽ കുറച്ച് പേർക്ക് മതി, നമ്മളൊരു വിഷമം ഉണ്ടായാൽ മതി, വി വിൽ ബി ടാർഗറ്റഡ്. അപ്പോൾ അതിനെ നേരിടാനുള്ള ചങ്കുറ്റം, പിന്നെ നിങ്ങളുടെ ശരികളിൽ വിശ്വസിക്കാൻ, അവിടെ നിങ്ങളുടെ എത്തിക്സ് കീപ്പ് ചെയ്താൽ എത്ര പരീക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുക വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് ഇന്നത്തെ ഒരു ജനറേഷൻ. അപ്പോൾ അത് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ചങ്കുറ്റം ഡെവലപ്പ് ചെയ്യാനും ഈ പ്രൊഫഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര നിരാശ വരും. ചില കേസുകൾ കേൾക്കുമ്പോൾ ചില കേസുകളുടെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസ്. പക്ഷേ നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു മാജിക് ഉണ്ടാവാം. അപ്പോൾ എന്നും പ്രതീക്ഷകളുടെയാണ് ഈ പ്രൊഫഷൻ. നെവർ എൻഡിങ് ഹോപ്പാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ. ഇതിനോട് പാഷനുള്ളവരൊക്കെ ഇത് പെർസ്യൂ ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതിനെ കുറച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ ഒരു മെസ്സേജ് കൂടെയാണ്, വീണ് കിടക്കുന്നിടത്ത് എണീച്ച് നടക്കാനുള്ളൊരു പ്രചോദനമാണ് നമ്മളിപ്പോൾ സൈബി സാറിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയത്, ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് കിട്ടിയത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്.